കാലിത്തീറ്റ സബ്സിഡിക്ക് 14 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ക്ഷീര കൃഷിക്കാരുടെ പെൻഷൻ 1100 രൂപയായി ഉയർത്തുന്നു. മത്സ്യ മേഖലയുടെയും തീരവികസനത്തിന്റെയും മൊത്തം മടങ്ങൾ 2016-17 408 കോടി രൂപയായിരുന്നത് ഇപ്പോൾ 586 കോടി രൂപയായി ഉയർത്തുന്നു. ഉൾനാടൻ മത്സ്യമേഖലയ്ക്ക് 49 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. കായൽ അലങ്കാര മത്സ്യകൃഷി പദ്ധതി പുനരുജ്ജീവിപ്പിക്കും. കടൽ മത്സ്യോൽപാദനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ മേഖല ഇടപെടലിന് 5 കോടി രൂപ വകയിരുത്തുന്നു. പഞ്ഞമാസ സമാശ്വാസ പദ്ധതി 3600 രൂപ വീതം ഉറപ്പുവരുത്തിന് ആവശ്യമായ അധിക പണം നൽകുന്നതാണ്. മത്സ്യത്തൊഴിലാളികളുടെ ഇൻഷുറൻസ് നഷ്ടപരിഹാര തുക മരിക്കുന്നവർക്കും കാണാതാവുന്നവർക്കും 10 ലക്ഷം രൂപയായും തൊഴിൽ ശേഷി നഷ്ടപ്പെടുന്നവർക്ക് 5 ലക്ഷം രൂപയായും ഉയർത്തുന്നു. അനുബന്ധ തൊഴിലാളികൾക്കും ഇൻഷുറൻസ് നൽകുന്നതാണ്. മത്സ്യബന്ധന ഉപകരണങ്ങൾക്കും ഇൻഷുറൻസ് ഏർപ്പെടുത്തും. മറൈൻ ആംബുലൻസിനായി 2 കോടി രൂപ വകയിരുത്തുന്നു. മണ്ണെണ്ണ സബ്സിഡിക്കായി 25 കോടി രൂപ വകയിരുത്തുന്നു. അത്തങ്കുൾ, വെള്ളയിൽ, താനൂർ, പരപ്പനങ്ങാടി, മഞ്ചേശ്വരം, കൊയിലാണ്ടി, മുനക്കടവ്, ചേറ്റുവ, ചെറുവത്തൂർ, തലായി, ചെത്തി എന്നീ ഹാർബറുകളുടെ നിർമ്മാണത്തിന് 39 കോടി രൂപ ഇപ്പോൾ വകയിരുത്തിയിട്ടുണ്ട്. കൂടുതൽ പണം ആവശ്യമെങ്കിൽ കൂടുതൽ ലഭ്യമാക്കും. മറ്റൊരു 35 കോടി രൂപ ഹാർബറുകളുമായി ബന്ധപ്പെട്ട് റോഡ്, പാലം നിർമ്മാണ പ്രവൃത്തിക്ക് വേണ്ടി ലഭ്യമാക്കും. തീരദേശ വികസനത്തിന് 216 കോടി രൂപ പ്രത്യേകമായി അനുവദിച്ചിട്ടുണ്ട്. 24,851 മത്സ്യത്തൊഴിലാളികൾ കടൽ തീരത്ത് നിന്ന് 50 മീറ്റർ ദൂരത്തിലാണ് താമസിക്കുന്നത്. ഇവരിലൊരു വിഭാഗം അതീവ അപകട മേഖലയിലാണ്. ഇവിടെ പുനരധിവാസത്തിനായി 150 കോടി രൂപ വകയിരുത്തുന്നു. തീരത്ത് ജൈവ സംരക്ഷണ ഭിത്തി സൃഷ്ടിക്കുവാൻ ഇത് സഹായിക്കും. തീരദേശ റോഡ് ഒഴികെയുള്ള മറ്റ് വികസന പരിപാടികൾക്ക് 56 കോടി രൂപ വകയിരുത്തുന്നു. ഇതിനു പുറമെ 20 കോടി രൂപ നബാർഡിന് ധനസഹായമായും ഉണ്ടാവും. തീരദേശ ചെറിയ റോഡുകൾക്ക് വേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് 100 കോടി രൂപ വകയിരുത്തുന്നു. വിഴിഞ്ഞം ഹാർബർ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന പുനരധിവാസത്തിന് ഈ തുകകളിൽ പ്രത്യേക മുൻഗണന നൽകും. ആവശ്യമായ തോതിൽ പണം പിന്നീട് അധികമായും അനുവദിക്കുന്നതാണ്. മത്സ്യം, കയർ, കർഷകത്തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളുടെ റിട്ടയർമെന്റ് ആനുകൂല്യം നൽകുന്നതിന് വേണ്ടി 50 കോടി രൂപ അധികമായിട്ട് അനുവദിക്കുന്നു. സർ, 2017-18 കയർ 2ാം പുനഃസംഘടന സ്കീം നടപ്പിലാക്കാൻ പോവുകയാണ്. കയർ വ്യവസായത്തെ യുദ്ധകാലാടിസ്ഥാനത്ത് നവീകരിക്കുന്ന നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കയർ സഹകരണ സംഘങ്ങൾക്ക് 90% സബ്സിഡിയും സ്വയം സഹായ സംഘങ്ങൾക്കും മറ്റും 75% സബ്സിഡിയിലും സ്വകാര്യ വ്യക്തികൾക്ക് 50% സബ്സിഡിയിലും ഡീഫൈബറിംഗ് യന്ത്രങ്ങൾ ലഭ്യമാക്കും. നെന്മാറ മണ്ഡലത്തിലെ വടവന്നൂരിൽ ദിനംതോറും 60,000 തൊണ്ട് ചകിരിയാക്കാനുള്ള ശേഷിയുള്ള ഈ സ്കീം പ്രകാരമുള്ള ആദ്യത്തെ മില്ല് മെയ് മാസത്തിൽ കയർഫെഡ് ആരംഭിക്കും. 2017-18 100 ചകിരി മില്ലുകൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഓട്ടോമാറ്റിക് സ്പിന്നിംഗ് മെഷീനുകൾ സംഘങ്ങൾക്ക് ലഭ്യമാക്കും. സ്വകാര്യ നിക്ഷേപകർക്ക് കയർ ബോർഡ് നൽകുന്ന സഹായത്തിന് പുറമെ സംസ്ഥാന സർക്കാരിന്റെ സബ്സിഡി ഉണ്ടാവും. ഫോമാറ്റിംഗ്സിന്റെ കയർ കോമ്പോസിറ്റ് ഫാക്ടറി 2017-18 പ്രവർത്തനം ആരംഭിക്കും. പുതിയൊരു കയർ മാട്രസ് ഡിവിഷന് രൂപം നൽകും. കയർ മെഷീൻ ഫാക്ടറി ആദ്യമായി പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കും. ഈ സാങ്കേതിക നവീകരണം മൂലം കയർപിരിക്കാർക്കും നെയ്ത്തുകാർക്കും തൊഴിൽ നഷ്ടപ്പെടില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സർക്കാർ അവരുടെ ഉൽപ്പന്നങ്ങൾ മിനിമം കൂലി ഉറപ്പുവരുത്തുന്ന വിലയ്ക്ക് വാങ്ങി സംഭരിക്കും. ആദ്യഘട്ടത്തിൽ സഹകരണ മേഖലയിൽ നിന്ന് ഉൽപ്പന്നങ്ങളാണ് ശേഖരിക്കുക. കയർഫെഡ് 1 ലക്ഷം ക്വിന്റൽ സംഭരിക്കുന്ന സ്ഥാനത്ത് അടുത്ത വർഷം 2 ലക്ഷം ക്വിന്റൽ കയർ സംഭരിക്കും. കയർ കോർപ്പറേഷൻ 100-120 കോടിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സ്ഥാനത്ത് 2017-18 200 കോടിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങും. ഇവ വിറ്റഴിക്കുന്ന സബ്സിഡി നൽകിയേ തീരൂ. ഇതിനായി 48 കോടി രൂപ വകയിരുത്തുന്നു. ആലപ്പുഴയിലെ കയർമേള ആഭ്യന്തര വിപണിക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സെപ്റ്റംബർ മാസത്തിൽ സംഘടിപ്പിക്കും. കയറിന്റെ പുതിയ ഡിമാൻഡ് ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായുള്ള മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന കയർ ഭൂവസ്ത്രങ്ങളിൽ നിന്നായിരിക്കും. റോഡ് നിർമ്മാണത്തിനും കയർ ഭൂവസ്ത്രങ്ങൾ ഉപയോഗപ്പെടുത്താം. ഈ പരിശ്രമം വിജയിച്ചാൽ കേരളത്തിലെ മുഴുവൻ കയർ തൊഴിലാളികൾക്കും 200 ദിവസത്തെ തൊഴിലുറപ്പ് നൽകാൻ പറ്റും. ഇതിനായി ആലപ്പുഴയെ തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്നതിന് കയർഫെഡിന്റെയും NCRMIയുടെയും ആഭിമുഖ്യത്തിൽ ഭൂവസ്ത്ര സ്കൂൾ ആരംഭിക്കുന്നതാണ്. 2ാം പുനഃസംഘടന സ്കീമിന്റെ ഭാഗമായി പുനരുദ്ധരിക്കുന്ന കയർ സഹകരണ സംഘങ്ങൾക്ക് പ്രവർത്തനവും മൂലധനവും മാനേജറിയൽ സബ്സിഡി നൽകും. ഇതിനുവേണ്ടി NCDCക്ക് ഒരു പ്രൊജക്ട് സമർപ്പിക്കുന്നതാണ്.
ഇതിന് പ്രവർത്തന മൂലധനം നൽകുന്നതിന് 12 കോടി രൂപയും മാനേജറി സബ്സിഡിക്ക് 3 കോടി രൂപയും അധികമായിട്ട് വകയിരുത്തുന്നു. കയർ സഹകരണ സംഘങ്ങളുടെ കയ്യിൽ മുൻകാലത്തെ വിവിധ സ്കീമുകൾ ഉപയോഗിച്ച പണത്തിൽ മിച്ചമുള്ളത് പ്രവർത്തന മൂലധനമായി ഉപയോഗിക്കാൻ അനുവാദം നൽകുന്നു. കയർ മേഖലയ്ക്ക് ആകെ വകയിരുത്തം 128 കോടി രൂപയാണ്. ഇതിന് പുറമെയാണ് കയർ ഉൽപാദക സംഘങ്ങളെ പുനഃസംഘടനത്തിനായി NCDC മുഖാന്തരം ലഭ്യമാകുന്ന 100 കോടി രൂപ. കൈത്തറി യന്ത്രത്തറി മേഖലയ്ക്ക് 72 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. കൈത്തറി സഹകരണ സംഘങ്ങളുടെയും ഹാൻഡെക്സിന്റെയും ഹാൻഡ്വീവിന്റെയും ഓഹരി പങ്കാളിത്തത്തിന് 9 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. അസംസ്കൃത വസ്തുക്കളും മറ്റും വാങ്ങുന്നതിന് സഹായമായി 11 കോടി രൂപ വകയിരുത്തുന്നു. കൈത്തറി നവീകരണത്തിനും ഉൽപ്പന്ന വൈവിധ്യങ്ങൾക്കും ഇൻക്യുബേഷൻ സെന്റർ എന്നിവയ്ക്കുമായി 12 കോടി രൂപ വകയിരുത്തുന്നു. കൈത്തറിക്കാർക്ക് പരമ്പരാഗതമായി ലഭിച്ചു വരുന്ന വിവിധതരം ഇൻസെന്റീവുകളും ക്ഷേമോദ്ധികളും വരുമാന ഉറപ്പ് പദ്ധതിയും തുടരുന്നതായിരിക്കും. സ്കൂൾ യൂണിഫോമിന് വേണ്ടുന്ന തുണി കൈത്തറി സംഘങ്ങളിൽ നിന്ന് വാങ്ങാനുള്ള സ്കീം നടപ്പ് വർഷത്തിൽ ആരംഭിക്കുന്ന കാലതാമസം വന്നതിനാൽ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് യൂണിഫോം തുണിയെ നെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. 2017-18 ഈ സ്കീം കൂടുതൽ വിപുലപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. പുതുതായി വ്യവസായത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും തറകളിട്ട് കൊടുക്കുന്നതാണ്. റിബേറ്റ് കുടിശ്ശിക കൊടുത്തു തീർക്കും. കശുവണ്ടി ഫാക്ടറികൾ ഔപചാരികമായി തുറന്നെങ്കിലും വ്യവസായ ഉൽപ്പാദനം സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളായ കശുവണ്ടി കോർപ്പറേഷനും ക്യാപിറ്റൽസും തോട്ടണ്ടി ക്ഷാമം നേരിടുന്നു. കേരളത്തിൽ നിന്നായാലും പുറത്തുനിന്നായാലും തോട്ടണ്ടി സംഭരിച്ച് ഈ സ്ഥാപനങ്ങൾ പൂർണ്ണതോതിൽ പ്രവർത്തിപ്പിക്കുന്നത് തൊഴിൽ സേവന വേതന വ്യവസ്ഥകൾ പിടിച്ചു നിർത്തുന്നതിന്റെ അത്യന്താപേക്ഷിതമാണ്. തോട്ടണ്ടി സംഭരണത്തിനായി ഈ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ 30 കോടി രൂപ അനുവദിക്കുന്നു. ബാക്കി ആവശ്യമായ പണം ബാങ്കുകളിൽ നിന്ന് ലഭ്യമാക്കാൻ ധനവകുപ്പ് മുൻകൈയെടുക്കും. ഈ സ്ഥാപനങ്ങൾക്ക് ബാക്കി 80 കോടി രൂപയുടെ ഇപ്പോൾ തന്നെ മറ്റു ധനകാര്യ സ്ഥാപനങ്ങൾക്ക് 80 കോടി രൂപയുടെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിലൂടെ കടബാധ്യതകൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്കീം കശുവണ്ടി ഫാക്ടറികളുടെ നവീകരണവും യന്ത്രവൽക്കരണവുമാണ്. ഇതിന് 42 കോടി രൂപ വകയിരുത്തുന്നു. കശുമാവ് കൃഷിയുടെ പ്രോത്സാഹനത്തിന് 6.5 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിന് പുറത്തുള്ള കശുവണ്ടി ഫാക്ടറിയുടെ കൂലിക്കുറവും യന്ത്രവൽക്കരണവും നമ്മുടെ നാട്ടിലെ ഫാക്ടറികൾക്ക് മത്സര ഭീഷണിയാണെന്നുള്ള യാഥാർത്ഥ്യം സർക്കാർ അംഗീകരിക്കുന്നു. ഈ സ്ഥിതിവിശേഷം തരണം ചെയ്യുന്നതിനും കേരളത്തിലെ വ്യവസായം അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും സ്വകാര്യ വ്യവസായികളടക്കമായി ചർച്ച ചെയ്ത് ഒരു പദ്ധതി തയ്യാറാക്കും. ഈ ഇൻസെന്റീവിന് വേണ്ടിയിട്ട് 20 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിലെ 32 അംഗീകൃത ക്രാഫ്റ്റുകളുടെ പ്രോത്സാഹനത്തിന് 4 കോടി രൂപ വകയിരുത്തുന്നു. അപ്പച്ചങ്ങള സുരഭിക്ക് 1.5 കോടി രൂപയും ആർട്ടിസൺ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 1 കോടി രൂപയും ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 1.5 കോടി രൂപയും കെൽപ്പാമിന് 1 കോടി രൂപയും വകയിരുത്തുന്നു. മുള വ്യവസായ വികസനത്തിന് 5 കോടി രൂപ അനുവദിക്കുന്നു. ആർട്ട്കോയ്ക്ക് ഓഹരി മൂലധനമായി 1 കോടി രൂപ അനുവദിക്കുന്നു. ഖാദി ഗ്രാമീണ വ്യവസായങ്ങൾ അടങ്ങൽ 17 കോടി രൂപയാണ്. ഖാദി ഗ്രാമ പരിപാടിയാണ് ഈ വർഷം ആരംഭിക്കുന്ന പുതിയ സ്കീം. ചില പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ഖാദി ഗ്രാമീണ വ്യവസായങ്ങൾ വികസിപ്പിക്കുകയാണ് ഈ പരിപാടി. 4.5 കോടി രൂപ വകയിരുത്തുന്നു. തകർച്ച നേരിടുന്ന മറ്റൊരു പരമ്പരാഗത വ്യവസായം ബീഡിയാണ്. ബീഡി വ്യവസായത്തിൽ പിരിച്ചെടുത്ത നികുതിയിൽ ദിനേശ് ബീഡിക്ക് 8 കോടി രൂപ തിരികെ നൽകുന്നതാണ്. ബാക്കി നികുതി വരുമാനത്തിൽ നിന്ന് 20 കോടി രൂപ ബീഡി തൊഴിലാളി ക്ഷേമനിധിക്ക് ഗ്രാൻഡായി അനുവദിക്കുന്നു. ബീഡി തൊഴിലാളി ക്ഷേമത്തിന് ഉചിതമായ പദ്ധതിക്ക് രൂപം നൽകാവുന്നതാണ്. സഹകരണ മേഖലയുടെ മൊത്തം അടങ്കൽ 124 കോടി രൂപയാണ്. ഇതിൽ 50 കോടി രൂപ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കും 25 കോടി രൂപ സംസ്കരണം, കൺസ്യൂമർ, ഹൗസിംഗ്, മാർക്കറ്റിംഗ്, വനിത, SC ST എന്നീ മേഖല സഹകരണ സംഘങ്ങളുടെ ഓഹരി പങ്കാളിത്തത്തിനും മറ്റ് സഹായങ്ങൾക്കും വേണ്ടിയാണ്. കേരള സഹകരണ ബാങ്ക് രൂപീകരിക്കാനുള്ള പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ സംസ്ഥാന സഹകരണ ബാങ്ക്, ജില്ലാ സഹകരണ ബാങ്കുകൾ ഇവയുടെ ധനപരമായ പുനഃസംഘാടനത്തിനും റീക്യാപിറ്റലൈസേഷനും വേണ്ടിയുള്ള നടപടികളാണ്. ഈ റിപ്പോർട്ടിന്റെ ഇന്റർനൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള റീക്യാപിറ്റലൈസേഷനുള്ള നടപടി സർക്കാർ സ്വീകരിക്കുന്നതാണ്. പരമ്പരാഗത വ്യവസായ സഹകരണ സംഘങ്ങളുടെ പുനഃസംഘടനത്തിന്റെ ഭാഗമായി സർക്കാരിലുള്ള കടങ്ങൾ ഷെയറാക്കി മാറ്റുകയും പലിശ എഴുതിത്തള്ളുകയും ചെയ്യും. സമഗ്ര പുനരുദ്ധാരണ സ്കീമിന്റെ ഭാഗമായിരിക്കും ഈ നടപടി സ്വീകരിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ വാണിജ്യ സഹകരണ സ്ഥാപനങ്ങളൊന്നായ റബ്കോ പുനരുദ്ധരിക്കുന്നതിന് ഒരു സ്കീം തയ്യാറാക്കുന്നതാണ്. കേരളത്തിന്റെ ഭാവി സാമ്പത്തിക വളർച്ചാ സ്രോതസ്സുകൾ IT-യും ടൂറിസവും അനുയോജ്യ ഇടത്തരം വൻകിട വ്യവസായ മേഖലകളും ഈ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഈ 3 മേഖലകൾക്കുമായി 1375 കോടി രൂപ വകയിരുത്തുന്നു. ഇത് 2016-17 അടങ്കലിനെ അപേക്ഷിച്ച് 27% വർധനയാണ്. സംസ്ഥാന വരുമാന കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് സമീപ കാലയളവിൽ ആധുനിക ഉൽപാദന മേഖലയിൽ ഉണർവുണ്ടായിട്ടുണ്ട് എന്നാണ്. ഈ ഉയർന്ന അടങ്കൽ ഈ മുന്നേറ്റത്തെ ശക്തിപ്പെടുത്തും. 549 കോടി രൂപയാണ് IT മേഖലയുടെ അടങ്കൽ.
IT പാർക്കുകളുടെ നിർമ്മാണത്താണ് മുഖ്യ ഇടപെടൽ. ടെക്നോ പാർക്കിന് 84 കോടി രൂപ, ഇൻഫോ പാർക്കിന് 67 കോടി രൂപ, സൈബർ പാർക്കിന് 25 കോടി രൂപ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, കൊരട്ടി എന്ന IT പാർക്കും ടെക്നോ ലോഡ്ജുകൾക്കുമായി 55 കോടി രൂപ എന്നിങ്ങനെ വകയിരുത്തുന്നു. 2020 ആകുമ്പോൾ ഇൻഫോ പാർക്കിൽ 1 ലക്ഷം പേർക്ക് IT ജോലിയും ടെക്നോ പാർക്കിൽ 75,000 പേർക്ക് IT ജോലികളും സൃഷ്ടിക്കപ്പെടും. സമീപകാലത്തെ നൂതന വ്യവസായ സംരംഭകത്വ പ്രോത്സാഹനത്തിന് നാം കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ടെക്നോളജി ഇന്നൊവേഷൻ സെന്ററിന് 10 കോടി രൂപ വകയിരുത്തുന്നു. സ്റ്റാർട്ടപ്പ് ബോക്സ് ക്യാമ്പയിൻ, സ്റ്റാർട്ടപ്പ് ബൂട്ട് ക്യാമ്പുകൾ, പാർട്ട്ണർ നെറ്റ്വർക്ക്, സ്റ്റാർട്ടപ്പ് I3 സംരംഭകത്വ സന്ദർശന പരിപാടി, ഫാബ് ലാബ് പ്രോഗ്രാം, ഇന്നൊവേഷൻ ഫണ്ട്, സീഡ് ഫണ്ട് എന്നിങ്ങനെ ഒട്ടനവധി നൂതനങ്ങളായ സ്കീമുകളുടെ ബൊക്കയായ യുവജന സംരംഭകത്വ വികസന പരിപാടിക്ക് 70 കോടി രൂപ വകയിരുത്തുന്നു. KSIDCയും KFCയും 1500 സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് ധനസഹായം നൽകും. IT മേഖലയിലെ സർക്കാർ സേവന മിഷന്റെ മുഖ്യ ഏജൻസിയായ കേരള സ്റ്റേറ്റ് IT മിഷന് 100 കോടി രൂപ വകയിരുത്തുന്നു. IITMKക്ക് 52 കോടി രൂപയും IITK പാലയ്ക്ക് 22.5 കോടി രൂപയും വകയിരുത്തുന്നു. ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സസ് സോഫ്റ്റ്വെയറിന് CREDIT-നും 5 കോടി രൂപ വീതം വകയിരുത്തുന്നു. IT ഹാർഡ്വെയർ നിർമ്മാണ ഹബ്ബായി കേരളത്തിൽ ഉയർത്തുന്നതിന് സമഗ്രമായ ഇടപെടൽ തുടങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി 12 പാർക്കുകളാണ് ലക്ഷ്യമിടുന്നത്. മാവൂരിൽ ജാപ്പാനീസ് കൊറിയൻ വ്യവസായ ക്ലസ്റ്റർ സ്ഥാപിക്കും. ഇവയെല്ലാം ഏകോപിപ്പിക്കുന്നതിന് ഹാർഡ്വെയർ മിഷൻ രൂപം നൽകുന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് മിഷന് 1 കോടി രൂപ വകയിരുത്തുന്നു. സർ, പാവപ്പെട്ട 20 ലക്ഷം കുടുംബങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ സൗജന്യമായി നൽകും. മറ്റുള്ളവർക്ക് ഇന്റർനെറ്റ് സേവനം വളരെ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കും. അങ്ങനെ ഇന്റർനെറ്റ് സൗകര്യം പൗരാവകാശമാക്കി മാറ്റുന്ന അപൂർവം പ്രദേശങ്ങളൊന്നായിട്ട് കേരളം മാറുകയാണ്. സർക്കാരിന്റെ സേവനങ്ങൾ, വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹ്യക്ഷേമ സൗകര്യങ്ങൾ, വിനോദ, വിജ്ഞാന സേവനങ്ങൾ എന്നിവ, കമ്പ്യൂട്ടർ, മൊബൈൽ എന്നിവ മുഖാന്തരം സാധാരണക്കാർക്ക് കടമ്പകൾ ഇല്ലാതെ ലഭ്യമാക്കാൻ ഇത് വഴിയൊരുക്കും. ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കുന്ന നിർണായക കാൽവെപ്പായിരിക്കും ഇത്. 2017-18 സംസ്ഥാന സർക്കാരിന്റെ ഒട്ടേറെ ഇടപാടുകളും IT അധിഷ്ഠിതമായി മാറുമെന്ന് കണക്കാക്കുന്നു. ഇതോടെ പൗരസേവനങ്ങൾ സാർവത്രികമായിട്ട് ഇലക്ട്രോണിക് രൂപത്തിൽ ലഭ്യമാക്കുന്നതിന് അടിസ്ഥാന ഇന്റർനെറ്റ് സൗകര്യാവകാശം മുന്നുപാധിയായിട്ട് മാറും. KSEB വൈദ്യുതി ശൃംഖലയ്ക്ക് സമാന്തരമായി സൃഷ്ടിക്കുന്ന പുതിയ ഓപ്റ്റിക് ഫൈബർ പാത ആയിരിക്കും സാർവത്രിക അടിസ്ഥാന ഇന്റർനെറ്റ് സൗകര്യം പൗരന്മാർക്കും സർക്കാർ സംവിധാനങ്ങൾക്കും ലഭ്യമാക്കുക. KSEB മുഖാന്തരം ശൃംഖല ഓരോ വീട്ടിലും എത്തിക്കാനാവും. KFON എന്ന പേരിലുള്ള ഈ ശൃംഖല 18 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ ലക്ഷ്യമിടുന്നു. 1000 കോടി രൂപ മൂലധനം കിഫ്ബി വഴിയായിരിക്കും ലഭ്യമാക്കുക. അക്ഷയ പൗരസേവനങ്ങൾ, ഫ്രണ്ട്സ് ജനസേവന കേന്ദ്രങ്ങൾ, സർക്കാർ ഓഫീസുകൾ, ലൈബ്രറികൾ, സർക്കാർ നിയന്ത്രണത്തിലുള്ള പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ വൈഫൈ പ്രസരണ കേന്ദ്രങ്ങളും സ്ഥാപിക്കും. മൊബൈൽ, കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ ഉപയോഗിച്ച് സാധാരണക്കാർക്ക് നിശ്ചിത സമയത്തേക്ക് സൗജന്യ അടിസ്ഥാന ഇന്റർനെറ്റ് സേവനം KFON ലഭ്യമാക്കും. 10% ചുരുങ്ങിയ കാലം കൊണ്ട് ടൂറിസം കേരള സംസ്ഥാന വരുമാനത്തിന്റെ 10% സംഭാവന ചെയ്യുന്ന സേവന വ്യവസായമായി മാറിയിട്ടുണ്ട്. നമ്മുടെ പ്രകൃതി രമണീയതയും പൈതൃകവും ഫലപ്രദമായ ടൂറിസം ഉൽപ്പന്നങ്ങളാക്കി മാർക്കറ്റ് ചെയ്യുന്നതിലാണ് ടൂറിസം വികസനത്തിന്റെ മർമ്മം. അതുകൊണ്ട് അടങ്കലിൽ ഏറ്റവും കൂടുതൽ തുക നീക്കിവെച്ചിട്ടുള്ള മാർക്കറ്റിംഗിനാണ് 75 കോടി രൂപ. നിശാഗന്ധി ഡാൻസ് ആൻഡ് മ്യൂസിക് ഫെസ്റ്റിവൽ, ഓണാഘോഷം, ട്രൈബൽ ഡാൻസ് ഫെസ്റ്റിവൽ, പൂരം, തെയ്യം, ഉത്സവങ്ങൾ, വള്ളംകളി മത്സരങ്ങൾ തുടങ്ങിയ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രചാരണം നൽകുന്നതിനും 15 കോടി രൂപ വകയിരുത്തുന്നു. മെയിൻ്റനൻസ് സഹായം ഇതുവരെ ലഭിക്കാത്ത ചുണ്ടൻ വള്ളങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് വള്ളംകളി പ്രോത്സാഹനത്തിനും വേണ്ടി 5 കോടി രൂപ അധികമായിട്ട് വകയിരുത്തുന്നു. കേരളം ടൂറിസം വികസന കോർപ്പറേഷൻ അടക്കം വിവിധ ടൂറിസം സ്ഥാപനങ്ങൾക്ക് 22 കോടി രൂപ വകയിരുത്തുന്നു. DTPCകൾക്ക് 12 കോടി രൂപ വകയിരുത്തുന്നു. ടൂറിസം ഗസ്റ്റ് ഹൗസുകളുടെ അപ്ഗ്രഡേഷനും ഗുരുവായൂർ, തിരുവനന്തപുരം, സുൽത്താൻ ബത്തേരി, പീരിമേട്, കോഴിക്കോട്, പൊന്മുടി, മൂന്നാർ എന്നിവിടങ്ങളിലെ പുതിയ ബ്ലോക്കുകൾ നിർമ്മിക്കുന്നതിന് 31 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിൽ നടപ്പാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം പ്രൊജക്ടുകൾ മുസ്ലിം ഹെറിറ്റേജ് പ്രൊജക്ടും പുതുതായി ഏറ്റെടുക്കാൻ പോകുന്ന തലശ്ശേരി, ആലപ്പുഴ പ്രൊജക്ടുകളും സ്പൈസ് റൂട്ട് പ്രൊജക്ടുകളുമാണ്. ഇവയ്ക്ക് 40 കോടി രൂപയാണ് ഇപ്പോൾ വകയിരുത്തൽ.
ആലപ്പുഴയുടെ ഹെറിറ്റേജ് പ്രോജക്റ്റിന്റെ പ്രധാനപ്പെട്ട ഭാഗം കനാലുകളുടെ നവീകരണമാണ്. ഡച്ച് സാങ്കേതിക സഹകരണത്തോടെ ഇതിനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ കനാലുകൾ മാത്രമല്ല, ചെറു കനാലുകളും പുഴകളും വൃത്തിയാക്കലും സംരക്ഷണവും ഇതിന്റെ ഭാഗമാണ്. മാസ്റ്റർ പ്ലാന്റെ മുഖ്യനങ്ങൾ കിഫ്ബിയാണ് നിക്ഷേപം നടത്തുക. ആലപ്പുഴയിൽ ആദ്യത്തെ 2 മ്യൂസിയങ്ങൾ 2017-18 പൂർത്തീകരിക്കും. തോമസ് നോർട്ടന്റെ സ്മാരകവും കയർ മ്യൂസിയമായിരിക്കും പോവുക. ഇതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. തലശ്ശേരി ജില്ലാ കോടതി പൈതൃക സംരക്ഷണ ശൃംഖലയിൽപ്പെടുത്തി ഏറ്റെടുക്കും. കഴിഞ്ഞ ബഡ്ജറ്റിൽ ധർമ്മടം, മുഴപ്പിലങ്ങാട്, കണ്ണൂർ കോട്ട, അറക്കൽ കൊട്ടാരം, കരാപ്പുഴ, വയനാട്, ചെത്തിമാരാരിക്കുളം, തൃശൂർ, ഗുരുവായൂർ, പാലിയൂർ സർക്യൂട്ട്, ആക്കുളം, പൊന്നാനി, പൊന്മുടി എന്നീ ടൂറിസം ഡെസ്റ്റിനേഷന്റെ പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിന് കിഫ്ബിയിൽ നിന്ന് 400 കോടി രൂപ വകയിരുത്തുന്നു. ഈ പദ്ധതികളുടെ വിശദമായ പ്രോജക്റ്റുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഈ വർഷത്തെ പദ്ധതിയിൽ കോവളം, കുമരകം, തേക്കടി, മൂന്നാർ, ഫോർട്ട് കൊച്ചി, അതിരപ്പള്ളി, വയനാട്, വർക്കല, നെയ്യാർ, അഷ്ടമുടി, തെന്മല, ശബരിമല, വേമ്പനാട്, വാഗമൺ, ചെറായി, പീച്ചി, ഗുരുവായൂർ, മലമ്പുഴ, നെല്ലിയാമ്പതി, നിലമ്പൂർ, കാപ്പാട്, ഇരിങ്ങൽ, തുഷാരഗിരി എന്നിവ ഏറ്റെടുക്കുന്നതാണ്. ബഡ്ജറ്റിൽ 80 കോടി രൂപയും മറ്റ് ചെറുകിട ഡെസ്റ്റിനേഷനുകൾ 40 കോടി രൂപയും പശ്ചാത്തല സൗകര്യ വികസനത്തിനായി വകയിരുത്തുന്നു. പാതിരാമണൽ എക്കോ ടൂറിസം പദ്ധതി പുനരുജ്ജീവിപ്പിക്കും. മലബാറിലെ കായലുകളും നദികളും കൂട്ടിയിണക്കി ടൂറിസം വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. സർ, 2016-17 വൻകിട ഇടത്തരം വ്യവസായം 291 കോടി രൂപയായിരുന്നു അടങ്ങൽ. ഇത് 482 കോടി രൂപയായി ഉയർത്തുന്നു. ഏറ്റവും മുന്തിയ പരിഗണന UDF കാലത്ത് നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പുനരുദ്ധരിക്കുന്നതിനാണ്. പൊതുമേഖലാ വിഹിതം 100 കോടി രൂപയിൽ നിന്ന് 270 കോടി രൂപയായി ഉയർത്തുന്നു. സർ, വിസ്തര ഭയത്താൽ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഫാക്ടറിയുടെ ഒരു ഉദാഹരണം മാത്രമേ ഞാൻ വിവരിക്കുന്നുള്ളൂ. ചരിത്രത്തിൽ ആദ്യമായി 2009-10 ലാഭത്തിലായ ഫാക്ടറി UDF ഭരണത്തിൽ വീണ്ടും നഷ്ടത്തിലായി. 6 വർഷം മുമ്പ് സ്ഥാപിച്ച നോൺ ബീറ്റ ലാക്ടം ഫാക്ടറി യന്ത്രങ്ങളുടെ പെട്ടികൾ പോലും ഈ സർക്കാർ വന്നതിന് ശേഷമാണ് തുറന്നത്. അത് സ്ഥാപിച്ചതോടെ ഉൽപാദനശേഷി 100 കോടി രൂപയായി. GMB നിലവാര സർട്ടിഫിക്കറ്റും ലഭിച്ചു. ഇനി അടുത്തതായി പഴയ ഗോഡൌൺ കെട്ടിടം പുനരുദ്ധരിച്ച് ബീറ്റ ലാക്ടം പ്ലാന്റ് സ്ഥാപിക്കാൻ പോവുകയാണ്. അതോടെ ഉൽപാദനശേഷി 200 കോടി രൂപയാകും. 2018-19 മെഡിക്കൽ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഫാക്ടറി കൂടി തുറക്കും. പുതുതായി തയ്യാറാക്കിയിട്ടുള്ള മരുന്ന് ടെസ്റ്റിംഗ് ലബോറട്ടറിക്ക് മാർച്ച് മാസം അവസാനിക്കുന്നതിന് മുമ്പ് അക്രഡിറ്റേഷൻ ലഭിക്കും. GMB സ്റ്റാൻഡേർഡിൽ ഒതുങ്ങാതെ ആഗോള WHO മാനദണ്ഡ പ്രകാരം ഫാക്ടറി പുനഃസംവിധാനം ചെയ്യുന്നതിനും പരിപാടിയുണ്ട്. ഇത് ആഫ്രിക്കയിലേക്കുള്ള കയറ്റുമതി ലഭ്യമാക്കും. KSDPക്ക് 2017-18 നൽകിയിരിക്കുന്ന 2017-18 KMSCയിൽ 60 കോടിയുടെ മരുന്നിനുള്ള ഓർഡർ നൽകിയിരിക്കും. വിലയുടെ ഒരു ഭാഗം അഡ്വാൻസായി നൽകും. 40 കോടി രൂപയുടെ മരുന്നിനുള്ള ഓർഡർ ഇപ്പോൾ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു. അങ്ങനെ നിലവിലുള്ള ഉൽപ്പാദനശേഷി പൂർണ്ണമായും വിനിയോഗിക്കുന്നതോടുകൂടി 2017-18 കമ്പനി ലാഭത്തിലാകും. വിപുലീകരണത്തിന് ആവശ്യമായ മൂലധനത്തിൽ ഒരു ഭാഗം കമ്പനി തന്നെ സ്വയം സമാഹരിക്കേണ്ടതുണ്ട്. ഇനി കമ്പനിയെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടി കമ്പനി സർക്കാർ നൽകേണ്ട വായ്പാ കുടിശ്ശികയും പലിശയുമായ 106 കോടി രൂപ ഓഹരി മൂലധനമാക്കി മാറ്റുന്നു. സഞ്ചിത നഷ്ടം എഴുതിത്തള്ളുന്നു. ഈ കർമ്മപദ്ധതിയുടെ അടിസ്ഥാനത്തിൽ KSDPക്ക് 28 കോടി രൂപയാണ് ഈ ബഡ്ജറ്റിൽ വെക്കുന്നത്. ഇതുപോലെ ഓരോ പൊതുമേഖലാ സ്ഥാപനത്തിനും കൃത്യമായ കർമ്മ പദ്ധതികൾ തയ്യാറാക്കി ത്രികക്ഷി കരാർ ഉണ്ടാക്കുന്നതാണ്. ട്രാവൻകൂർ സിമന്റ്സ് ക്ലിങ്കർ ഗ്രൈൻഡിംഗ് യൂണിറ്റ് നിർമ്മിക്കുന്നതിന് 10 കോടി രൂപ. TTCL HCL സിന്തസിസ് യൂണിറ്റിന് 5 കോടി രൂപ. ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ഷൻ കോപ്പർ റിക്കവറി പ്ലാന്റിനും സൾഫ്യൂരിക് ആസിഡ് പ്ലാന്റിനും ഫൈബർ ഗ്രേഡ് ഉൽപ്പന്നത്തിനും വേണ്ടി 26 കോടി രൂപ. കെല്ലിന്റെ പുനരുദ്ധാരണത്തിന് 18 കോടി രൂപ. ട്രാപ്കോ കേബിളിന്റെ വിപുലീകരണത്തിന് ലാബ് സർട്ടിഫിക്കേഷനും വേണ്ടി 10 കോടി രൂപ. ടെൽക്കിന്റെ സാങ്കേതിക നവീകരണത്തിന് 10 കോടി രൂപ. യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് നവീകരണത്തിന് 4 കോടി രൂപ. ഓട്ടോ കാസ്റ്റ് സ്റ്റീൽ റെയിൽ ബോഗി നിർമ്മാണത്തിന് 10 കോടി രൂപ. കേരള ഓട്ടോമൊബൈൽ ISRO സബ് കോൺട്രാക്ടിംഗ് സൗകര്യം ഏർപ്പെടുത്തുന്ന 7 കോടി രൂപ. സ്റ്റീൽ ഇൻഡസ്ട്രിയൽ ഫോർജിംഗ് ഫർണസ് നവീകരണത്തിന് 5 കോടി രൂപ. കെൽട്രോൺ പുനരുദ്ധാരണത്തിന് 20 കോടി രൂപ. ടെക്സ്റ്റൈൽ മില്ലുകൾക്ക് 51 കോടി രൂപ. ഫോറസ്റ്റ് ഇൻഡസ്ട്രീസിന് 2 കോടി രൂപ. സെറാമിക്സിന് 15 കോടി രൂപ. മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് 8 കോടി രൂപ.
പ്രവർത്തന മൂലധനത്തിന് വേണ്ടി മാർജിൻ മണിക്ക് വേണ്ടി 50 കോടി രൂപയും നീക്കിവെക്കുന്നു. ഓരോ പൊതുമേഖലാ സ്ഥാപനവും ലാഭകരമാക്കുന്നതിന് സമയബന്ധിതമായ പാക്കേജുകൾ തയ്യാറാക്കിയ ശേഷമേ ഈ പണം കൈമാറും. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് ലൈഫ് സയൻസ് പാർക്ക്, പാലക്കാട് ലൈറ്റ് എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക്, ചേർത്തല മെഗാ ഫുഡ് പാർക്ക്, ആലപ്പുഴ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് സെന്ററുകൾ എന്നിവയ്ക്കായി 96 കോടി രൂപ അനുവദിക്കുന്നു. ലൈഫ് സയൻസ് പാർക്കിൽ 3.5 ലക്ഷം ചതുരശ്ര അടിയുടെ ഇൻക്യുബേഷൻ സെന്റർ നിർമ്മാണം ഈ വർഷം ആരംഭിക്കും. കിൻഫ്രയുടെ പ്രധാനപ്പെട്ട പ്രൊജക്ടുകൾ പാലക്കാട്ടെയും കൊച്ചിയുടെയും ഇൻഡസ്ട്രിയൽ വാട്ടർ സപ്ലൈ പ്രൊജക്ടുകളും മട്ടന്നൂർ, തൊടുപുഴ, കളമശ്ശേരി, കഴക്കൂട്ടം, കൊല്ലം, എറണാകുളം, കാക്കഞ്ചേരി എന്നിവിടങ്ങളിലെ പാർക്കുകളുമാണ്. കാക്കഞ്ചേരിയിൽ 1.1 ലക്ഷം ചതുരശ്രയുടെ ടെക്നോ ഇൻഡസ്ട്രിയൽ പാർക്കും രാമനാട്ടിൽ അഡ്വാൻസ് ടെക്നോളജി പാർക്കും ഈ വർഷം നിർമ്മാണം ആരംഭിക്കും. കിൻഫ്രയ്ക്ക് 111 കോടി രൂപ വകയിരുത്തുന്നു. വ്യവസായ മേഖലയിലെ ഏറ്റവും വലിയ ഇടപെടലായിരിക്കും ഇൻഡസ്ട്രിയൽ ഇടനാഴി. അതിന് കൊച്ചിയിലെ പെട്രോകെമിക്കൽ പാർക്കിനും ഫാർമ പാർക്കിനുമുള്ള DPR താമസം കിഫ്ബിക്ക് സമർപ്പിക്കുന്നതാണ്. മുഖ്യമായും ഏതാണ്ട് 5000 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ ഇടനാഴിയുടെ പല സ്ഥലങ്ങളിലും ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഭൂമി ഏറ്റെടുത്താൽ കിഫ്ബി എന്ന് പണം നൽകുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ല. ചവറയിലും പരിസരത്തുമായി ടൈറ്റാനിയം ഫാക്ടറിയുടെ വിപുലീകരണത്തിനും ടൈറ്റാനിയം മെറ്റൽ കോംപ്ലക്സ് നിർമ്മാണത്തിനുമായി ഭൂമി ഏറ്റെടുക്കൽ ഈ വർഷം ആരംഭിക്കും. കരിമണൽ ഖനനം പൊതുമേഖലയിൽ വിപുലപ്പെടുത്തും. ഇന്ന് കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സൂചികയിൽ വളരെ താഴെയാണ്. കേരളത്തിന്റെ സ്ഥാനം മെച്ചപ്പെടുത്തുന്ന സമയബദ്ധമായ പരിപാടി ആവിഷ്കരിക്കുന്നതാണ്. 1999 സിംഗിൾ വിൻഡോ ക്ലിയറൻസ് നിയമം ഇതിനായി ഭേദഗതി ചെയ്യും. പ്രവർത്തനം മോണിറ്റർ ചെയ്യുന്നതിന് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ പ്രത്യേക സമിതിക്ക് രൂപം നൽകും. വ്യവസായ നയത്തിന് രൂപം നൽകും. ചെറുകിട വ്യവസായങ്ങൾക്ക് 128 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഇതിൽ 25 കോടി രൂപ നിലവിലുള്ള ഡെവലപ്മെന്റ് ഏരിയ അല്ലെങ്കിൽ പോർട്ടുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്താനുള്ളതാണ്. ബഹുനില വ്യവസായ എസ്റ്റേറ്റുകൾ നിർമ്മിക്കുന്ന 23 കോടി രൂപ വകയിരുത്തുന്നു. ചെറുകിട വ്യവസായ സംരംഭകർക്ക് മൂലധന പിന്തുണ നൽകുന്നതിന് 56 കോടി രൂപ വകയിരുത്തുന്നു. തൃശൂർ, എറണാകുളം മേഖലയിലെ ഫർണിച്ചർ വ്യവസായ സംരംഭങ്ങളെ സഹായിക്കാൻ ഒരു നൂതന അന്തർദേശീയ ഹബ്ബ് സ്ഥാപിക്കുന്നതാണ്. ചെറുകിട വ്യവസായ അസോസിയേഷന്റെ സോഷ്യൽ സെക്യൂരിറ്റി ട്രസ്റ്റ് ഫണ്ടിലേക്ക് 1 കോടി രൂപ അനുവദിക്കുന്നു. വാണിജ്യ വികസനത്തിന് 4 കോടി രൂപ അനുവദിക്കുന്നു. കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കമ്പോളങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിന് 100 കോടി രൂപ കിഫ്ബി നിക്ഷേപിക്കുന്നതാണ്. സർ, പുതിയ വളർച്ചാ മേഖലയിലേക്ക് നിക്ഷേപം ആകർഷിക്കുന്നതിന് മറ്റു പല സംസ്ഥാനങ്ങളിലും ഉള്ളതുപോലെ ട്രേഡ് യൂണിയൻ അവകാശങ്ങളുടെയോ പരിസ്ഥിതി നിയമങ്ങളുടെയോ ധ്വംസിക്കാൻ നമുക്കാവില്ല. ഏറ്റവും ഉയർന്ന പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കവും മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെയെങ്കിലും റോഡ് നവീകരണ പദ്ധതികൾക്ക് കേരളത്തിൽ തുടക്കം കുറിക്കും. ഇതുപോലെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളിലും സംസ്ഥാന വികസനത്തിന്റെ സംസ്ഥാന വികസനത്തിന്റെ ഒരു കാൽ ജനകീയ മിഷനറികളും ജനകീയ ആസൂത്രണവുമാണെങ്കിൽ മറ്റേക്കാൾ സമാനതകളില്ലാത്ത ഈ നിക്ഷേപ കുതിപ്പായിരിക്കും. 1351 കോടി രൂപയാണ് റോഡുകൾക്കും പാലങ്ങൾക്കും വേണ്ടി പദ്ധതിയിൽ വകയിരുത്തിയിട്ടുള്ളത്. സമീപകാല അനുഭവം എടുക്കുകയാണെങ്കിൽ ഇതിന്റെ 25-30% കൂടുതൽ പണം ചെലവഴിക്കപ്പെടും. എന്നിരുന്നാലും ഇപ്പോഴും പൊതുമരാമത്ത് കോൺട്രാക്ടർമാർക്കുള്ള ബില്ലിനത്തിൽ 1300 കോടി രൂപ കുടിശ്ശികയാണ്. കഴിഞ്ഞ ഒരു വർഷം കുടിശ്ശിക ഗണ്യമായി കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത വർഷം ആകുമ്പോഴേക്കും കുടിശ്ശിക ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുമരാമത്ത് വാല്യൂം 1 അടുത്ത വർഷം ഏറ്റെടുക്കാൻ പണം വകയിരുത്തിയ പ്രവൃത്തിയുടെ ലിസ്റ്റിൽ 5510 പ്രവൃത്തികൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇവയിൽ ഏറ്റവും വലുത് 580 കോടി രൂപ അടങ്കൽ വരുന്ന 8 KSTP പദ്ധതികളാണ്. ആലപ്പുഴ, കൊല്ലം ബൈപ്പാസുകൾ തുടങ്ങിയ പ്രധാനപ്പെട്ട പണികൾക്കും വൻകിട പ്രൊജക്ടുകൾക്കായുള്ള വകയിരുത്തിയിട്ടുള്ള 1552 കോടി രൂപയിൽ നിന്നാണ് പണം കണ്ടെത്തുക. RIDF നിന്ന് 335 കോടി രൂപ പൊതുമരാമത്തിന് വകയിരുത്തിയിട്ടുണ്ട്. സെൻട്രൽ റോഡ് ഫണ്ടുകളുടെ പദ്ധതികൾക്കായിട്ട് 60 കോടി രൂപ വകയിരുത്തുന്നു. മേജർ ഡിസ്ട്രിക്ട് റോഡുകൾക്ക് 100 കോടി രൂപ വകയിരുത്തുന്നു. കരമന വെള്ളറ റോഡ്, വൈപ്പിൻ മുനമ്പൻ റോഡ്, ആലപ്പുഴ തണ്ണീർമുക്കം മധുര റോഡ്, നെടുങ്ങനപ്പള്ളി പുല്ലാട് റോഡ് തുടങ്ങിയവ നവീകരണത്തിനായി 73 കോടി രൂപ വകയിരുത്തുന്നു. ദേശീയപാത നിർമ്മാണത്തിൽ പ്രധാനപ്പെട്ട പ്രവൃത്തികൾ കരമന കളയിക്കാവുള്ള 2ാം ഘട്ടം, കഴക്കൂട്ടം കേശവദാസരം, കോരപ്പുഴ പാലം എന്നിവയാണ്. ഏനാത്ത് പാലത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പാലങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച് പ്രത്യേക അവലോകനം നടത്തുന്നതാണ്. അപകടകരമായിട്ടുള്ള പാലങ്ങൾ മുഴുവൻ പുനർനിർമ്മിക്കുന്നതിന് ഉള്ള അനുവാദം നൽകുന്നതാണ്.
പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ നടപ്പാക്കുന്ന പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന വികസിപ്പിച്ചുള്ള പ്രൈസ് സോഫ്റ്റ്വെയറിന്റെ രണ്ടാം ഘട്ടത്തിൽ കമ്പ്യൂട്ടറൈസ് ബിൽ നിർമ്മാണം, ഇ മെഷർമെന്റ് ബുക്ക്, ആസ്തികളുടെ ഡിജിറ്റലൈസേഷൻ, കോൺട്രാക്ട് ലൈസൻസ് രജിസ്റ്ററിംഗ് എന്നീ ഘടകങ്ങൾ ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്നതാണ്. സർ, 2017-18 1267 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന സമ്പൂർണ്ണ മലയോര ഹൈവേ സമാന്തരമായി 9 ജില്ലകളിൽ വിവിധ റേറ്റുകളിൽ ടെൻഡർ വിളിച്ച് പ്രവർത്തനം ആരംഭിക്കും. കാസർഗോഡ്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കൊല്ലം, തിരുവനന്തപുരം എന്നിവയാണ് ജില്ലകൾ. കണ്ണൂർ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഈ ഹൈവേ ബന്ധിപ്പിക്കുന്ന ഭാഗങ്ങൾ ഇത് നിലവിൽ വികസിപ്പിക്കുകയോ മറ്റ് സ്കീമുകൾ ഇതിനകം ഉൾപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ട്. 9 ജില്ലകളുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് വേണ്ടുന്ന 3500 കോടി രൂപ കിഫ്ബി നിക്ഷേപിക്കുന്നതാണ്. സർ, 2017-18 തീരദേശ ഹൈവേയുടെ നിർമ്മാണം ആരംഭിക്കും. 9 തീരദേശ ജില്ലകളിലായിട്ട് 630 കിലോമീറ്ററാണ് ഈ പാതയുടെ ദൈർഘ്യം. 5.5 മീറ്റർ മുതൽ 8 മീറ്റർ വരെയുള്ള റോഡാണ് 6 മീറ്റർ മുതൽ 8 മീറ്റർ വരെയുള്ള വീതിയുള്ള റോഡാണ് നിർമ്മിക്കുക. നിലവിലുള്ള തീരദേശ റോഡ് ശൃംഖലയെ സംയോജിപ്പിച്ചുകൊണ്ടായിരിക്കും സംസ്ഥാന പാത രൂപം കൊള്ളുക. കിഫ്ബി തീരദേശ പാതയ്ക്ക് 6500 കോടി രൂപ നിക്ഷേപിക്കും. കേരളത്തിലെ ഗതാഗത ശൃംഖലയെ നിർണായക കണ്ണികളാൻ പോകുന്ന ഈ 2 പാതകളും വിദേശ മലയാളികളെ പിന്തുണയോടുകൂടി നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. MDയുടെ നാലുകെട്ടിൽ അമിനുമ്മയുടെ കുറിയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ആമിനിയുമ്മയുടെ കുറിയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് കിട്ടിയാൽ ഒന്ന് നിന്ന് തിരിയാമെന്നാണ് അമ്മ പറയാറ്. കുറി അഥവാ ചിട്ടി നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്ന പോലെ നാടിന്റെ വികസന ആവശ്യങ്ങൾ ചിട്ടി ഉപയോഗപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വിദേശ മലയാളിയും ഒരു പൈസ പോലും സർക്കാരിന് സംഭാവന നൽകേണ്ടതില്ല. അവർ ചെയ്യേണ്ടത് KSFയുടെ NRI ചിട്ടികളിൽ ചേരുക മാത്രമാണ്. പ്രവാസി ചിട്ടിക്ക് KSF തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യ വർഷം തന്നെ 1 ലക്ഷം പ്രവാസികളെങ്കിലും ചിട്ടിയിൽ ചേർക്കാനാണ് ലക്ഷ്യമിടുന്നത്. കിഫ്ബി നടപ്പാക്കുന്ന 10,000 കോടി രൂപയുടെ തീരദേശ മലയോര ഹൈവേകൾക്ക് വേണ്ടിയുള്ള ബോണ്ടുകൾ പൂർണ്ണമായും പ്രവാസി ചിട്ടി വഴി സമാഹരിക്കാനാണ് ഉദ്ദേശം. ഏതെങ്കിലും പേയ്മെന്റ് ഗേറ്റ്വേ വഴി പ്രവാസികൾക്ക് തങ്ങളുടെ മാസത്തവണ അടക്കാം. അങ്ങനെ അടയ്ക്കുന്ന പണം മുഴുവൻ അപ്പോൾ തന്നെ KSFയുടെ പേരിൽ കിഫ്ബിയുടെ പ്രവാസി ബോണ്ടുകൾ നിക്ഷേപിക്കപ്പെടും. ചിട്ടി പിടിക്കുമ്പോഴോ നറുക്ക് വീണ പണം പിൻവലിക്കുമ്പോഴോ ആവശ്യമായ പണം പിൻവലിക്കാൻ KSFക്ക് കോൾ ഓപ്ഷൻ ഉണ്ടാവും. മിച്ചമുള്ള ഫ്രീ ഫ്ലോട്ട് കിഫ്ബിയുടെ ബോണ്ടുകളിൽ തന്നെ കിടക്കും. പദ്ധതി നടപ്പിലാകുന്ന ഏതാനും വർഷം കൊണ്ട് ഇത്തരത്തിൽ 12,000 കോടി രൂപ സമാഹരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നാണ് കരുതുന്നത്. ഇതൊരു നൂതന പരീക്ഷണമാണ്. സർ, പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമ്പാദ്യം ചിട്ടിയിലാണ് മുടക്കുന്നത്. അതിന് സർക്കാരിന്റെ ഗ്യാരണ്ടിയും KSFയുടെ സമ്പൂർണ്ണ സുരക്ഷിതത്വമുണ്ട്. കിഫ്ബിയുടെ ബോണ്ടിൽ നിക്ഷേപിച്ച പണം മിച്ചപണം നിക്ഷേപിച്ചുകൊണ്ട് ഒരു അധിക റിസ്ക്കും നിക്ഷേപകനില്ല. അതേസമയം അവർ സുരക്ഷിതമായ സമ്പാദ്യത്തോടൊപ്പം നാടിന്റെ സുപ്രധാന വികസന പ്രൊജക്റ്റിൽ പങ്കാളിയാകുകയും ചെയ്യുന്നു. ജൂൺ മാസത്തിനകം ഈ പദ്ധതി ആരംഭിക്കുന്നതിന് KSF ഒരുങ്ങിക്കഴിഞ്ഞു. മേൽപ്പറഞ്ഞ 2 സംസ്ഥാന പാതകൾക്ക് പുറമെ 182 റോഡ് നിർമ്മാണ പ്രവൃത്തികളിൽ 5,628 കോടി രൂപ കിഫ്ബി നിക്ഷേപിക്കുന്നതാണ്. മംഗളം ടവർ മാർക്കറ്റ് റോഡ് ബൈപ്പാസ്, കുന്നംകുളം മുനിസിപ്പാലിറ്റി റിംഗ് റോഡ്, കുന്നംകുളം മുനിസിപ്പാലിറ്റി റോഡ് വികസന പദ്ധതി, ചേർത്തല നഗര റോഡ് വികസന പദ്ധതി, നത്തുകല്ല് അടിമാലി റോഡ്, നാവായിക്കുളം കുടവൂർ റിംഗ് റോഡ്, നിലമ്പൂർ ബൈപ്പാസ്, നിലമ്പൂർ നായാടും പോയിൽ നീലേശ്വരം NH രാജാ റോഡ്, പോത്തനാട് എടയിരിക്കപ്പുഴ റോഡ്, പയ്യന്നൂർ അമ്പലത്തറ കാനായി മണിയറ മയൽ, പയ്യാമ്പലം ചാൽ ബീച്ച്, പള്ളത്തൂർ പാണ്ടി, പള്ളിപ്പുറം ഇൻഫോ പാർക്ക് റോഡ്, പള്ളിമുക്ക് അലിമുക്ക്, പള്ളിമുക്ക് മുക്കടവ്, പള്ളിമുക്ക് മെഡിക്കൽ കോളേജ്, പരപ്പൻപോയിൽ കാരക്കുന്നത്ത്, പറവൂർ ചേരായി പാറയിൽ, പഴയചന്ത കുടവനാട്, പഴകുറ്റി മംഗലപുരം, പാഠശാല അഞ്ചുമൂട്, പാലപ്പള്ളി ചിമ്മിനി ഡാം, പാലാ ടൗൺ റിംഗ് റോഡ്, പാശുവന്നര അരുവിക്കര കീഴാറൂർ, PUK റോഡ്, PUKC റോഡ് ഉള്ളേരി, പളിയറക്കോണം കുഴക്കാട്, പുല്ലുവഴി പാണിയേലിപ്പോർ, പുളിമൂട്ട് വട്ടക്കിണർ റോഡ്, പുതിയടം പ്രയാ ആയിരംതെങ്ങ്, പൂക്കിപ്പറമ്പ് 16 ബൈപ്പാസ്, പൂവത്തുങ്കൽ വേളൂക്കര റോഡ്,
പൂത്തോട്ട എസ് എൻ ജംഗ്ഷൻ, പടന്നക്കാട് മേൽപ്പാലം വെള്ളരിക്കുണ്ട്, പടിഞ്ഞാറങ്ങാടി മണിയം പെരുമ്പലം, ബദിയെടുക്ക എത്തെടുക്ക സുളപതവ, ഭഗവതിപ്പടി മല്ലിക്കാട്ടുകടവ് ബാക്ക്വാട്ടർ റോഡ്, മണത്തണ അമ്പായത്തോട്, ശ്രീകണ്ഠപുരം നടുവിൽ PWD റോഡ്, പതിനാറിൽച്ചിറ നാട്ടകം, പച്ചൻകോവിൽ പ്ലാപ്പള്ളി, മട്ടന്നൂർ പേരാവൂർ, അഞ്ചാമ്പേടി മുത്താമ്പി, മണ്ണന്തല പൗടിക്കോണം, മണ്ണാർക്കാട് ചിന്നത്തടാകം, അമ്പലംകുന്ന് റോഡ് വിളവാരേടം, അമ്മനപ്പാറ ചാരപ്പടവ്, അമരവിള കുടപ്പന സുവരക്കാണി, അരുവിത്തറ ഭരണങ്ങാനം, മലവട്ടത്താണി, അരട്ടമൊഴി, മസ്കുമാരി കുറുതപദവ്, മാനന്തവാടി തൃശ്ശിലേരി, മാത്രപ്പാലഴി കുറ്റിക്കാട്ടൂർ, മാരാരിക്കുളം തുമ്പോളി, മാവൂർ NIT കൊടുവള്ളി, മുക്കത്തൻ വളവ് വള്ളരംകുന്ന് കുമിളി, മുത്തുസ്വാമി പുതൂർ 5 മൈൽ, മുരിങ്ങൂർ ഏഴാറ്റുമുഖം റോഡ്, മുളവന പേരയം NSS കോളേജ്, മുഹമ്മദ് തണ്ണീർമുക്കം കായൽ റോഡ്, മൂന്നാർ ഫ്ലൈഓവർ ബൈപ്പാസ്, മൂന്നാംകൈ കൈവേലി റോഡ്, മൂവാറ്റുപുഴ കൂത്താട്ടുകുളം, അടിവാരം കേളമ്മൂല, അടൂർ തുമ്പമൺ കോഴഞ്ചേരി, മണക്കാട് ആറ്റുകാൽ ക്ഷേത്രം, മണക്കടവ് ആലക്കോട് റോഡ്, മണാശ്ശേരി പുൽപ്പറമ്പ് ചുള്ളിപ്പറമ്പ്, ആശ്രമം ലിങ്ക് റോഡ്, ഓയിൽക്കടവ് തേവള്ളി വരെ, REC കൂടത്തായി, ആയൂർ അഞ്ചൽ പുനലൂർ, ആയൂർ പുതിയാരുവിള, ആലാത്തുവിള പറക്കുന്നം പാലവും അപ്രോച്ച് റോഡും, ആലപ്പുഴ അമ്പലപ്പുഴ കണക്ടിവിറ്റി റോഡ്, ആലപ്പുഴ പുന്നമടക്കായൽ ടൂറിസം PW റോഡ് നെറ്റ്വർക്ക്, ആലുവ മൂന്നാർ, ആലക്കോട് പാത്തൻകാറ കനകുക്കുന്ന്, ആഴാങ്കോണം ആലങ്കോട്, ETC മണക്കാട്, ഇരിങ്ങോൾ വല്ലം റിംഗ് റോഡ്, ഇടക്കോലി കോട്ടയം മെഡിക്കൽ കോളേജ് റോഡ്, ഈരാറ്റുപേട്ട പൂഞ്ഞാർ, AS കനാൽ റോഡ്, ഈസ്റ്റ് ബാങ്ക്, NH കരുവാറ്റ മാന്നാർ, LB കനാൽ അക്യുഡേറ്റ് പുഴപ്പാലം, ഇരട്ടക്കുളം വാണിയമ്പാറ, എറണാകുളം ഹാർബർ ബ്രിഡ്ജ് ഗോത്രി റോഡ്, ഏനാത്ത് പത്തനാപുരം, ഏരൂർ എടവൺ റോഡ്, എഴംകുളം കൈപ്പട്ടൂർ റോഡ്, വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം, വഞ്ചിക്കുളം ചേറ്റുപുഴ റോഡ്, ഒറ്റപ്പാലം ബൈപ്പാസ്, വല്ലാർപാടം പനമ്പുകാട് കായലോര റിംഗ് ടൗൺ, വയലാർ പാലം മുട്ടം ബസാർ ഏറ്റുപുരക്കൽ റോഡ്, വലിയ പാലം കലൂർ ചിന്ന റോഡ് നവീകരണം, വിലങ്ങമ്പാറ പാറത്തോട്, വിളക്കുംപാറ തടിക്കാട്, വിതുര ബോണക്കാട്, മടക്കാഞ്ചേരി ബൈപ്പാസ്, കങ്കളം കാക്കനാട്, കട്ടാൻ കവർ IMA ജംഗ്ഷൻ മലമ്പുഴ കനാൽ, കണ്ണനല്ലൂർ ജംഗ്ഷൻ നവീകരണം, കണ്ണൂർ താന ധനലക്ഷ്മി ആസ്പത്രി ആനിയെടുക്ക് വരെ, കമ്പിളി ചുങ്കം പെരുവെമ്പ, കൽപ്പത്തൂർ കാപ്പുമ്മൽ, കരമന മുതൽ നെടുങ്കാട് കാലടി വരെ, കരുവന്നൂർ കാട്ടൂർ, കാപ്പിസെറ്റ് പയ്യമ്പള്ളി, കായപ്പനച്ചി ചൂയിൽ, കാരേറ്റ് കല്ലമ്പലം, കിള്ളി EMS അക്കാഡമി, കിഴക്കമ്പലം പെരിങ്ങവിള കുത്തൻ ക്രൂഷ്, കിഴക്കമ്പലം ചേറ്റാനിക്കര, ശിവഗിരി തെടുവപ്പാലം ശിവരിപ്പാലം, കുട്ടാത്ത് അട്ടക്കുണ്ട് കടവ്, കുറ്റ്യാടി ബൈപ്പാസ്, കുരുതിക്കുളം ചേലച്ചൂട്, കുക്കാട് വാരിക്കുളം പാരിപ്പറമ്പ്, കൂത്തുപറമ്പ് റിംഗ് റോഡ്, കടക്കൽ ചെങ്ങമനാട് റോഡ്, കൊളവയൽ കേണിച്ചിറ, കാരേറ്റ് മാലൂര്, കണിയാരം ആറാട്ടുതറ, സുൽത്താൻ ബത്തേരി ചേരമ്പാടി, ചേമ്പാട് കൊപ്പാലം, ചിത്രപ്പുഴ മാമല, ചിറ്റൂർ പുഴപ്പാലം വിമാനത്താവളം, ചടയമംഗലം ജടായുപ്പാറ, നെക്രം പാറ എത്തടുക്ക, നെടുപുഴ പടിഞ്ഞാറേക്കോട്ട, പെരുമ്പടന ചാത്തനാട്, പെരുവണ്ണാമൂഴി മുതുകാട്, പെരുവമ്പറമ്പ് നെല്ലിക്കാമ്പൊയിൽ, വെഞ്ഞാറമൂട് ബൈപ്പാസ്, കൊട്ടാരക്കീഴ് റിംഗ് റോഡ്, കൊമ്പങ്കേലി വെട്ടിത്തുരുത്ത്, കൊയിലാണ്ടി 5 പീടിക, കൊണ്ടോട്ടി അറക്കോട് റോഡ്, പൈനാവ് ഇടുക്കി ബൈപ്പാസ്, പേരാമ്പ്ര ബൈപ്പാസ്, പേരാമ്പ്ര തറമ്മലങ്ങാടി റോഡ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പേട്ട റോഡ്, ബോർമക്കവല തൃക്കോതമംഗലം, മേപ്പയ്യൂർ കീഴിയൂർ നെല്ലിയാടിക്കടവ്, വേങ്ങര ബൈപ്പാസ്, കോടിമാത കളത്തിൽ കവേ റോഡ്, താഴെ ചൊവ്വ റെയിൽവേ ഗേറ്റ് ചൊവ്വ സ്പിന്നിംഗ് മിൽ വരെ, തിരുവനന്തപുരം നെയ്യാർ ഡാം, തിരുവമ്പാടി പൂവന്തോട്, തിരുവാർപ്പ് കുമരകം, തൂക്കുവാലം കട്ടപ്പന, തൃശൂർ കുറ്റിപ്പുറം, തടിയിട്ടപറമ്പ് വെള്ളംകടവ്, അടൂർ റിംഗ് റോഡ്,
കുമ്പളങ്ങി കണ്ടങ്കടവ്, ചാവറ സി ബ്ലോക്ക് റോഡ്, ചെങ്ങന്നൂർ ബൈപ്പാസ്, പള്ളിശ്ശേരി അമ്പലക്കടവ് കുതിരമ്പോയിൽ റോഡ്, പുതുവൽ കുന്നിടത്ത് മാങ്ങൂർ റോഡ്, പെരുമ്പാവൂർ ആലുവ റോഡ്, മുയ്യങ്കര പള്ളിപ്പടം ഓടയിൽ വെട്ടുകുന്ന് റോഡ്, വിനിയാങ്കുളം മാനൂർ റെയിൽവേ സ്റ്റേഷൻ ചിരുവറ്റൂർ മെനസിരി റോഡ്, വാണിയമ്പലം കളിയങ്കോട് ഊലമന്ന റോഡ്, വൈക്കൻ ടോൾ ചെമ്മനങ്കരി, ശംഖുമുഖം വേളി, തെള്ളിയൂർ വലികാവ്, കുമ്പലന്താനം മണിയാറ്, റാക്കോൾ എണ്ണപ്പാറ, മേക്കാട്ട് ഇരിക്കുളം, വടകര വില്യാപ്പള്ളി, ചേലക്കര, കോട്ടയം കുമരകം റോഡ്, ഇല്ലിക്കൽ കൈപ്പുഴമുട്ട് വരെ, പുതുവൽ മങ്ങാട് റോഡ്, കർഷക സൗഹൃദ ലിങ്ക് റോഡ്, കിടപ്പള്ളിക്കോട്ട ലൂപ്പ് റോഡ്, നെടുമ്പുറം കൊട്ടാരക്കര റോഡ്, കോട്ടവട്ടമുക്കം കോട്ടവട്ടം സ്കൂൾ റോഡ്, മാടായി എട്ടിക്കുളം, തമ്മനം പുല്ലേപ്പടി റോഡ്, ചാലക്കുടി മുതിരക്കണ്ണി റോഡ്. താഴെ പറയുന്ന 69 പാലങ്ങളിലും മേൽപ്പാലങ്ങളുമായി 2557 കോടി രൂപ കിഫ്ബി നിക്ഷേപിക്കുന്നതാണ്. ചെർപ്പളശ്ശേരി ടൗണിൽ മേൽപ്പാലം, ഇരുന്തോളിങ്ങൽ കടവ് റെഗുലേറ്റർ ബ്രിഡ്ജ്, കുമ്മല്ലൂർ പാലം, കണങ്കാട്ട് കടവ് പാലം, കോയൂർ ഓങ്ങല്ലൂർ പാലം, അന്തിക്കര റെയിൽവേ സ്റ്റേഷൻ ഓവർ ബ്രിഡ്ജ്, നാറാത്ത് കല്ലേരിക്കടവ് പാപ്പിശ്ശേരി പാലം, പത്തനംതിട്ട അബാൻ ജംഗ്ഷൻ ഓവർ ബ്രിഡ്ജ്, പള്ളിപ്പാട് കൊടുന്തൂർ മേൽപ്പാടം, പഴയങ്ങാടി പാലം പുതുക്കി പണിയാൻ, പാറപ്പുറം റെഗുലേറ്റർ പാറക്കൂട്ടം പാലം, പിഴല കടമക്കുടി പാലം, പുറത്തൂർ പഞ്ചായത്തിൽ നായർതോട് പാലം, പുതിയ പാലത്ത് വലിയ പാലം, ഫറൂഖ് റെയിൽവേ പാലം, ഭരതപ്പുഴ കൻകടവിൽ RCB, അഞ്ചുതെങ്ങ് വക്കം ഗ്രാമ പഞ്ചായത്തിൽ കായ്ക്കര പാലം, മണ്ണാർകുണ്ട് അരിനെല്ലൂർ പെരിങ്ങലം, മലപ്പുറം പോലീസ് സ്റ്റേഷൻ കിഴക്കേത്തല ചെത്തുപാലം ഫ്ലൈ ഓവർ, അഴീക്കോട് മുനമ്പം പാലം, മുള്ളിയാർ പഞ്ചായത്തിലെ ചൊട്ടപ്പാലം, ആറാലി കടവിൽ പാലം, ഇളവൂർ പാലം നിർമ്മാണം, ഊട്ടറപ്പാലം, ഊട്ടറ റെയിൽവേ സ്റ്റേഷനും, വാത്തുരുത്തി മേൽപ്പാലം, കമ്പ ചളിക്കടവ് പാലം, കൽപ്പറ്റ ചൂഴാലിപ്പാലം, കാഞ്ഞങ്ങാട് ഫ്ലൈ ഓവർ, കിഴക്കുംപാലം, ഉമ്മഞ്ചിറ മിനി റെഗുലേറ്റർ, കിഴക്കേക്കോട്ട മണക്കാട് അട്ടക്കുളങ്ങര ഫ്ലൈ ഓവർ, കുബന്നൂരിൽ പാലം, കുന്നൂർ പാലം, കുരുന്താറ്റിൽ പാലം, കുണ്ടുങ്ങൽ അഞ്ചുപടി, കുണ്ടൂർ കുത്തിയതോട്, കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് മാമ്പുറം റെയിൽവേ മേൽപ്പാലം, കടുത്തുരുത്തി റെയിൽവേ മേൽപ്പാലം, കടവനാട് കോളക്കോടം പാലം, കനോലി കനാലിന് കുറേ പാലം, ചങ്ങനാശ്ശേരി ബൈപ്പാസിൽ റെയിൽവേ ജംഗ്ഷൻ ഫ്ലൈ ഓവർ നിർമ്മാണം, നെടുപുഴ റെയിൽവേ മേൽപ്പാലം, പൊന്നാനി ഹാർബർ പടിഞ്ഞാറക്കര ബ്രിഡ്ജ്, റെയിൽവേ മേൽപ്പാലം, മയ്യനാട് PW റോഡ്, വെള്ളയാങ്ങണി കായൽ കാക്കാലമുക്ക് റോഡ്, ബണ്ട് റോഡ്, ചെട്ടിയാരകത്ത് കടവിൽ പാലം, വൈറ്റില മേൽപ്പാലം, കൊട്ടാത്തറ മയിൽപ്പാലം, താനൂർ ടൗണിനെ മത്സ്യബന്ധനത്തെയും ബന്ധിപ്പിക്കുന്ന പാലം, തിരുവേഗപ്പുറ പാലം, റെഗുലേറ്റർ കം ബ്രിഡ്ജ്, തിരുച്ചമ്പ്രമട്ടം ഈസ്റ്റ് ഒറ്റപ്പാലം, കുണ്ടന്നൂർ മേൽപ്പാലം, പുതിയകാവ് ചക്രപ്പള്ളി റെയിൽവേ ബ്രിഡ്ജ്, പുളിങ്കുന്ന് പാലം, മുനക്കടവ് സൊസൈറ്റി കടവ് പാലം, കല്ലുംതാഴം പാലം, പട്ടാമ്പി പാലം, ചാത്തങ്കരി കോൺകോട് പാലം, കുതിരമുമ്പ് മനക്കാട് പാലം, മുട്ടേൽ പാലം, നടക്കേരിക്കടവ് പാലം, പെരിഞ്ചേരി RCB, കാക്കത്തുരുത്ത് പാലം, മുലക്കിഴിക്കടവ് പാലം, കുറുമ്പത്തറ റെയിൽവേ പാലം, ചമ്പ്രവട്ടം പാലം മെയിൻ്റനൻസ് ആണ്, വാത്തുരുത്തി ROB. വക്സ് ബഡ്ജറ്റ് 1 പൊതുമരാമത്ത് പ്രവർത്തനത്തിൽ അടങ്കലും MLAമാരുടെ ആസ്തി വികസന ഫണ്ടിലെ 705 കോടിയും ചേരുമ്പോൾ കിഫ്ബി എന്ന നിക്ഷേപം കൂടി കണക്കെടുക്കണമെങ്കിൽ പൊതുമരാമത്ത് മേഖലയിൽ നടപ്പ് വർഷം 13,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾക്കാണ് അനുവാദം നൽകുന്നത്. മെയിൻ്റനൻസിനായി 612 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. MLAമാർ നൽകിയിട്ടുള്ള ലിസ്റ്റിൽ നിന്നാണ് കിഫ്ബി വഴിയുള്ള ഏതാണ്ട് എല്ലാ പ്രവൃത്തികളും തിരഞ്ഞെടുത്തിട്ടുള്ളത്. എന്നാലും MLAമാർ പറഞ്ഞ എല്ലാ പദ്ധതികളും പരിഗണിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ആവശ്യങ്ങൾക്ക് അറുതിയില്ല. പക്ഷെ നിവൃത്തി വരുത്താനുള്ള മാർഗങ്ങൾ പരിമിതമാണ്. ഇതാണല്ലോ അടിസ്ഥാന സാമ്പത്തിക സമസ്യ. ഇതിനോട് എല്ലാവരും പൊരുത്തപ്പെട്ടേ തീരൂ. സർ, കേരളത്തിലെ മറ്റൊരു 1-ാം സ്ഥാനം കൂടി നേടുകയാണ്. മാർച്ച് 30-ന് മുമ്പ് എല്ലാ വീടുകളും വൈദ്യുതീകരിക്കും. 174 കോടി രൂപയാണ് ഇതിനുവേണ്ടി ചെലവഴിക്കുന്നത്. അതേസമയം നിരക്ക് കുറഞ്ഞ ഗാർഹിക വൈദ്യുതിയുടെ പ്രാമുഖ്യം ബോർഡിന്റെ സാമ്പത്തിക സ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഘടകമാണ്. ഗാർഹിക ആവശ്യത്തെ നിയന്ത്രണം ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാ വീടുകളുടെയും പൊതുസ്ഥലങ്ങളുടെയും ഫിലമെന്റ് CFL ബൾബുകൾക്ക് പകരം LED ബൾബുകൾ നൽകുന്ന പദ്ധതി കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. 2017-18 ആദ്യഘട്ടമായി പൊതുനിരത്തിലെ ബൾബുകളെല്ലാം LED മാറ്റുന്നതിന് KSEB തീരുമാനിച്ചിരിക്കുകയാണ്. KSEBLന്റെ മൊത്തം പദ്ധതി അടങ്കൽ 1565 കോടി രൂപയാണ്. ഗണ്യമായ പ്രതിഷ്ഠാപിത ശേഷിയുള്ള ജലവൈദ്യുത പദ്ധതികളൊന്നും ഇപ്പോൾ നിർമ്മാണത്തിലില്ല. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് പണി ആരംഭിച്ചതും ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയ പള്ളിവാസൽ എക്സ്റ്റൻഷൻ, തോട്ടിയാർ തുടങ്ങിയ പുതിയ പ്രൊജക്റ്റുകൾ 2017-18 പൂർത്തീകരിക്കും.
ഇടത്തരം ജലവൈദ്യുത പദ്ധതികളായ മാങ്കുളം, അച്ചൻകോവിൽ, അപ്പുറച്ചൻകുളം, പാമ്പാർ എന്നിവയാണ് പുതുതായി ഏറ്റെടുത്തിട്ടുള്ളത്. ഇവയുടെ പ്രതിഷ്ഠാപിത ശേഷി 144 മെഗാവാട്ടും ഉൽപ്പാദനശേഷി 265 ദശലക്ഷം യൂണിറ്റുമാണ്. പുതുതായി 15 ചെറുകിട ജലവൈദ്യുതി കൂടി ഏറ്റെടുക്കുന്നു. അവയുടെ ആകെ പ്രതിഷ്ഠാപിത ശേഷി 93 മെഗാവാട്ടും ഉൽപ്പാദനശേഷി 289 MUവുമാണ്. ജലവൈദ്യുതി പ്രൊജക്ടുകൾക്കായി മൊത്തം 268 കോടി രൂപ വകയിരുത്തുന്നു. 9425 കോടി രൂപയുടെ ട്രാൻസ്ഗ്രിഡ് 2 ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ പദ്ധതി. കേരളത്തിൽ സംസ്ഥാനത്ത് പുതിയ ട്രാൻസ്മിഷൻ ശൃംഖല സൃഷ്ടിക്കുന്നതിനോടൊപ്പം നിലവിലുള്ള പ്രസരണ ശൃംഖല സമൂലമായി നവീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഈ പദ്ധതിക്ക് കിഫ്ബി അനുമതി നൽകുന്നതാണ്. നഗരമേഖലയിലെ വൈദ്യുതി പ്രസരണ നവീകരണത്തിന് വേണ്ടിയുള്ള ഇന്റഗ്രേറ്റഡ് പവർ ഡെവലപ്മെന്റ് സ്കീമിൽ 300 കോടി രൂപ 2017-18 ചെലവാകും. ഗ്രാമീണ മേഖലയിലെ പ്രസരണം മെച്ചപ്പെടുത്താനുള്ള ദീൻദയാൽ ഉപാധ്യായ ഗ്രാമജ്യോതി യോജനയിൽ 250 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്മിഷൻ, നോർമൽ വർക്കുകൾക്ക് 350 കോടി രൂപയുണ്ട്. പ്രസരണ നഷ്ടം കുറയ്ക്കുന്നതിനുള്ള സ്കീമുകൾക്ക് 50 കോടി രൂപയുണ്ട്. ഹൈഡൽ ടൂറിസം സെന്ററിന് വൈദ്യുതി ബോർഡിന്റെ സബ്സിഡറി കമ്പനിയായി പുനഃസംഘടിപ്പിക്കുകയും ഹൈഡൽ ടൂറിസത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. അക്ഷയ ഊർജ മേഖലയ്ക്ക് വലിയ പ്രാധാന്യമാണ് സർക്കാർ നൽകുന്നത്. ഇന്നത്തെ സ്ഥിതിയിൽ അടുത്ത ദശാബ്ദത്തിനുള്ളിൽ സോളാർ എനർജി നമ്മുടെ പ്രധാനപ്പെട്ട വൈദ്യുതി സ്രോതസ്സായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ 200 മെഗാവാട്ട് സോളാർ നിലയം ഈ വർഷം പൂർത്തിയാകും. മറ്റൊരു നിലയത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യും. സൗരോർജ പ്രൊജക്ടുകൾക്കായി 20 കോടി രൂപയും കാറ്റാടി പ്രൊജക്ടുകൾക്കായി 20 കോടി രൂപയും വകയിരുത്തുന്നു. KSEBിക്ക് പുറത്ത് അനർട്ടിന് 48 കോടി രൂപയും എനർജി മാനേജ്മെന്റ് സെന്ററിന് 8 കോടി രൂപയും വകയിരുത്തുന്നു. 6770 കോടി രൂപ അടങ്ങുള്ള വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ടിന്റെ 1ാം ഘട്ടമാണ് കേരളത്തിലെ ഏറ്റവും വലിയ തുറമുഖ പദ്ധതി. ആവശ്യാനുസരണം വൻകിട പ്രൊജക്ടുകൾക്കായിട്ടുള്ള പ്രത്യേക ഹെഡിൽ നിന്ന് പണം നൽകാൻ കഴിയും. ഇന്റർനാഷണൽ പോർട്ടിന്റെ ഫീഡർ തുറമുഖമായി ഇന്നുള്ള കാർഗോ പോർട്ട് വികസിപ്പിക്കേണ്ടതിലേക്ക് 22 കോടി രൂപ വകയിരുത്തുന്നു. തങ്കശ്ശേരി, മുനമ്പം, ബേപ്പൂർ, അഴീക്കൽ തുറമുഖങ്ങൾക്ക് 46 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. പൊന്നാനി തുറമുഖം PPP മാതൃകയിലാണ് നിർമ്മിക്കുന്നത്. ആലപ്പുഴ മരീന തുറമുഖത്തിന് 7.3 കോടി രൂപയും മറ്റു ചെറുകിട തുറമുഖങ്ങൾക്ക് 4 കോടി രൂപയും വകയിരുത്തുന്നു. തുറമുഖ ഡ്രഡ്ജിങ്ങിന് 13 കോടി രൂപയും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ നവീകരണത്തിന് 11 കോടി രൂപയും വകയിരുത്തുന്നു. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിന് 22 കോടി രൂപ വകയിരുത്തുന്നു. മുഹമ്മദാലപ്പുഴ, കുമരകം, എറണാകുളം റൂട്ടിൽ വാട്ടർ ടാക്സി ആരംഭിക്കും. അഷ്ടമുടി എന്നുള്ള പാസഞ്ചർ ടൂറിസ്റ്റ് സർവീസ് ആരംഭിക്കും. കേരള സ്റ്റേറ്റ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന് 113 കോടി രൂപ വകയിരുത്തുന്നു. കോസ്റ്റൽ ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് മൊത്തം 128 കോടി രൂപയുണ്ട്. കൊച്ചി സംയോജിത ജലഗതാഗത പദ്ധതി മെട്രോ റെയിൽവേ കോർപ്പറേഷൻ നടപ്പാക്കുക. 682 കോടി രൂപ ജർമ്മൻ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പയായി സമാഹരിക്കുന്നതാണ്. 16 റൂട്ടുകളിലായി 76 കിലോമീറ്റർ ജലഗതാഗത മാർഗങ്ങളെയും 38 ജെട്ടികളെയും കൊച്ചിയിലെ മെട്രോ ബസ് സർവീസുമായി ഇത് ബന്ധിപ്പിക്കും. വൻകിട ഇടത്തരം ജലസേന പദ്ധതിക്ക് 413 കോടി രൂപ വകയിരുത്തുന്നു. ഇടമലയാർ, മൂവാറ്റുപുഴ വൻകിട പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നുണ്ട്. ഇതിനു പുറമെ കബനി തരത്തിലെ പദ്ധതികൾക്ക് വേണ്ടി 29 കോടി രൂപയും ഭവാനി തരത്തിലെ പദ്ധതികൾക്ക് 5 കോടി രൂപയും പാമ്പാർ തരത്തിലെ പദ്ധതികൾക്ക് 53 കോടി രൂപയും വകയിരുത്തുന്നു. റെഗുലേറ്ററുകളും തടയണകളും വഴി നദികളെ തന്നെ ജലസംഭരണികളാക്കി മാറ്റുന്ന ഒരു സമീപനം കൈക്കൊള്ളാൻ ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനമാണ്. വേനൽക്കാലത്ത് ഒരു വെള്ളം കയറ്റത്തിന് ഇത് പ്രതിവിധിയാവും. ഭാരതപ്പുഴ, പെരിയാർ, ചാലിയാർ എന്നിവിടങ്ങളിൽ ഇത്തരം ഇടപെടൽ വിജയപ്രദമാണെന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വെള്ളക്കയറ്റ നിയന്ത്രണത്തിനും വേനൽക്കാലത്ത് വരച്ച കാഠിന്യം കുറയ്ക്കുന്നതിനും ഉതകുന്നതിനും കഴിയുന്ന ഷിറിയ, കുപ്പം, വളപട്ടണം, അഞ്ചരക്കണ്ടി, മാഹി, കുറ്റ്യാടി, കടലുണ്ടി, മൂവാറ്റുപുഴ, ഇത്തിപ്പുഴ, മുറിഞ്ഞപുഴ, പൂത്തോട്ട, അച്ചൻകോവിൽ, മണിമല, വാമനപുരം, കരമന മുതലായ 20ഓളം നദികളിൽ ഉചിതമായ സ്ഥലങ്ങളിൽ 30ഓളം റെഗുലേറ്റർ സ്ഥാപിക്കുന്നതിന് കിഫ്ബിയിൽ നിന്ന് 600 കോടി രൂപ നിക്ഷേപിക്കുന്നതാണ്. ചമ്രവട്ടം റെഗുലേറ്ററിലെ ചോർച്ച ഇല്ലാതാക്കി റെഗുലേറ്ററിന്റെ പൂർണ്ണ വിനിയോഗം ഉറപ്പുവരുത്തും. ഇതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. ആവശ്യമെങ്കിൽ കൂടുതൽ പണം ലഭ്യമാക്കും. ഇതുപോലെ തന്നെ സംസ്ഥാനത്തിലെ നദികളുടെ, ഉപനദികളുടെയും തോടുകളുടെയും കാലാകാലങ്ങളിൽ നിർമ്മിച്ച തടയണകൾ
വെൻ ക്രോസ് ബാറുകൾ റെഗുലേറ്റർ എന്നിവയുടെ എണ്ണം 2900 വരും. ഈ നിർമ്മിതികളിൽ പലതും ഇന്ന് പ്രവർത്തനക്ഷമമല്ല. ഇവ പുനരുദ്ധരിക്കുന്ന 200 കോടി രൂപയുടെ ചെലവ് പ്രതീക്ഷിക്കുന്നു. നിലവിൽ ചെറുകിട ജലസേനത്തിനും മറ്റുമായി വകയിരുത്തിയിരിക്കുന്ന തുകയിൽ നിന്ന് എത്ര തുക ഈ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് വകമാറ്റാൻ കഴിയുമെന്ന് പരിശോധിച്ച ശേഷം അധിക പിന്തുണയെക്കുറിച്ച് ആലോചിക്കുന്നതാണ്. ഡാം റീഹാബിലിറ്റേഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ് പ്രൊജക്ട് എന്ന പേരിൽ ലോകബാങ്ക് സ്കീമിൽ ജലസേന വകുപ്പിന്റെ 19 ഡാമുകളും വൈദ്യുതി ബോർഡിന്റെ 12 ഡാമുകളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ മലമ്പുഴ, വാളയാർ, പീച്ചി, നെയ്യാർ എന്ന ജലസേന ഡാമുകളും വൈദ്യുതി ബോർഡിന്റെ 5 ഡാമുകളും ഏറ്റെടുക്കുന്നു. മൊത്തം 250 കോടി രൂപയാണ് അടങ്കൽ. മൈനർ ഇറിഗേഷൻ ഭൂഗർഭ ജല വികസനത്തിന് 15 കോടി രൂപയും ലിഫ്റ്റ് ഇറിഗേഷന് 12 കോടി രൂപയും വകയിരുത്തുന്നു. കുടിവെള്ളത്തിന് പദ്ധതിയിൽ 1058 കോടി രൂപയാണ് വകയിരുത്തുന്നത്. ഇതിൽ 361 കോടി രൂപ ജലനിധിക്കും 290 കോടി രൂപ ഗ്രാമീണ കുടിവെള്ള പദ്ധതികൾക്കുമാണ്. നിലവിലുള്ള പദ്ധതിയുടെ പൈപ്പുകളും മറ്റും മാറ്റിസ്ഥാപിക്കുന്നതിന് 140 കോടി രൂപ വകയിരുത്തുന്നു. ജപ്പാൻ കുടിവെള്ള പദ്ധതികൾക്ക് 70 കോടി രൂപ വകയിരുത്തുന്നു. വരൾച്ച കണക്കിലെടുത്തുകൊണ്ട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 30 കോടി രൂപ പ്രത്യേകം വകയിരുത്തുന്നു. ഇതോടൊപ്പം വളവെള്ള കൊയ്ത്തിനും ഭൂഗർഭ റീചാർജിങ്ങിനും വേണ്ടി 18 കോടി രൂപ വകയിരുത്തിയിരിക്കുന്നു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മേൽപ്പറഞ്ഞ അടങ്കലുകൾക്ക് പുറമെയാണ് കിഫ്ബി എന്നുള്ള നിക്ഷേപം. കഴിഞ്ഞ ബഡ്ജറ്റിൽ വാട്ടർ അതോറിറ്റിയുടെ നിലവിലുണ്ടായിരുന്ന പദ്ധതിയുടെ പുനരുദ്ധാരണത്തിന് 2064 കോടി രൂപയുടെ നിക്ഷേപം കിഫ്ബിയിൽ നിന്ന് നൽകിയിരുന്നു. ഇതിനായി നിർദ്ദേശിക്കപ്പെട്ടിരുന്ന സ്കീമുകളുടെ നിർവഹണ പുരോഗതി വിലയിരുത്തിയ ശേഷം ഈ സ്കീം വിപുലപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കും. എങ്കിലും 41 സ്കീമുകൾക്ക് 1696 കോടി രൂപ കിഫ്ബി നിക്ഷേപം നടത്തുന്നതാണ്. കുട്ടനാട് കുടിവെള്ള പദ്ധതി 2ാം ഘട്ടം, തിരുവനന്തപുരം നെയ്യാർ ബദൽ സ്രോതസ് പദ്ധതി, മഞ്ചേരി പ്രാന്തപ്രദേശ പദ്ധതി, കിഴക്കമ്മല കുടിവെള്ളം പദ്ധതി, കാഞ്ഞിരങ്കോട് പാത്രമംഗലം തടയണ, തിരുവേഗപ്പുറ പൈലിപ്പുറം എടപ്പലം എന്നിവിടങ്ങളിൽ തടയണ, നീലാപ്പറമ്പിൽ തടയണ, പുഴയ്ക്കൽ തടയണ, പൂമറ്റം കല്ലൂപ്പാറ കോയിപ്പുറം എഴുമറ്റൂർ കുടിവെള്ളം, അങ്കമാലി ശുദ്ധജല വിതരണ വിപുലീകരണം, മലമ്പുഴ കുടിവെള്ള പദ്ധതി, മുതാക്കൽ പഞ്ചായത്തിലെ പദ്ധതി, ആല, പുലിയൂർ, ബുധനൂർ, പാനാട് കുടിവെള്ള പദ്ധതി, രാമഞ്ചാടി അലിഗ പദ്ധതി, AR നഗർ പഞ്ചായത്തിലെ സമഗ്ര പദ്ധതി, എലവഞ്ചേരി പലശന സമഗ്ര കുടിവെള്ള പദ്ധതി, എടവണ്ണ പഞ്ചായത്ത് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി, ഏറ്റുമാനൂർ കുടിവെള്ള പദ്ധതി, വാഴി, കിഴക്കഞ്ചേരി, വടക്കഞ്ചേരി, കണ്ണമ്പ്ര, കരിമ്പുകായം കുടിവെള്ളം പദ്ധതി, കരമല്ലൂർ ഗ്രാമപഞ്ചായത്ത്, കാരൂട് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി, കരുവട്ടൂർ പുളിക്കടവ് ചെക്ക് ഡാം സമഗ്ര കുടിവെള്ള പദ്ധതി, കരമ്പ്ര, ചിറയൻകീഴ് മണ്ഡലത്തിലെ തീരപ്രദേശ പദ്ധതി, പേരാവൂർ മുഴുകുന്ന പഞ്ചായത്തിൽ കുടിവെള്ള പദ്ധതി, കോട്ടുകൽ പഞ്ചായത്തിനെയും അതിയന്നൂർ പഞ്ചായത്തിനെയും കൂടിയുള്ള ട്രീറ്റഡ് കുടിവെള്ള പദ്ധതി, തോട്ടപ്പുഴശ്ശേരി, കോയിപ്പുറം, ഇരവൂർ പഞ്ചായത്തുകൾ, തലക്കുളത്തിന്റെ നാരായണഞ്ചിറ, തലശ്ശേരി കൂത്തുപറമ്പ് സമഗ്ര കുടിവെള്ള പദ്ധതി, തൃപ്പങ്കയത്ത് തടയണ നിർമ്മാണം, അയ്യപ്പൻകോവിൽ കുടിവെള്ളം, ചാത്തന്നൂർ കുടിവെള്ള പദ്ധതി, പായം മച്ചംകുന്ന്, ഫറൂഖ് കരുവന്തുരുത്തി, വേങ്ങേരി പാരപ്പടി ജലാശയം, നാട്ടിക ഫർഗ, ചാഴൂർ അന്തിക്കാട്, ഇടയൂർ ഇരിമ്പളയം വാളാഞ്ചേരി കുടിവെള്ളം, പട്ടാഴി, വടക്കേക്കര, തലവൂർ, കോടശ്ശേരി, പെരിയാരം, അതിരപ്പള്ളി പഞ്ചായത്തുകൾ. റെയിൽവേ കേരള സർക്കാരിൻ്റെയും റെയിൽവേയുടെയും സംയുക്ത സംരംഭമായ റെയിൽവേ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ശബരി ലൈൻ അടക്കം 9 റെയിൽ ലൈനുകളുടെ നിർമ്മാണം ഏറ്റെടുക്കും. റാപ്പിഡ് റെയിൽ കോറിഡോറിന്റെ സാധ്യപണ്ണം പൂർത്തീകരിച്ചിട്ടുണ്ട്. 4219 കോടി രൂപയുടെ തിരുവനന്തപുരം ലൈറ്റ് മെട്രോയും 2509 കോടി രൂപയുടെ കോഴിക്കോട് മെട്രോയുടെ വിശദമായ റിപ്പോർട്ടുകൾ തയ്യാറായി കഴിഞ്ഞു. കേന്ദ്ര അനുമതിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ 2017-18 KSRTCയുടെ പുനരുദ്ധാരണ വർഷമായിരിക്കും. 3 വർഷം കൊണ്ട് KSRTC വരവ് ചെലവ് സന്തുലനമാക്കുന്ന സ്ഥിതിയിലേക്ക് കൊണ്ടുപോവുകയാണ് ലക്ഷ്യം. ഇത് സംബന്ധിച്ച് പ്രൊഫസർ സുശീൽ ഖന്ന റിപ്പോർട്ട് സർക്കാരിന്റെ പരിഗണനയിലാണ്. യൂണിയനുകളുമായി വിശദമായ ചർച്ചകൾ നടത്തി സമഗ്ര പുനരുദ്ധാരണ പാക്കേജിന് രൂപം നൽകും. KSRTCയുടെ മാനേജ്മെന്റ് സമൂലമായി അഴിച്ചുപണിത് പ്രൊഫഷണൽ വിദഗ്ധരെ നിയമിക്കണം. 2, ഇന്നത്തെ സാർവത്രിക WT സമ്പ്രദായം തുടരാനാവില്ല. ഫ്ലീറ്റിന്റെ വിനിയോഗം, ബസിന്റെ ശരാശരി പ്രതിദിന കിലോമീറ്റർ, മൈലേജ്, കിലോമീറ്റർ കളക്ഷൻ എന്നിവ ദേശീയ ശരാശരിയിലേക്ക് പടിപടിയായി ഉയരണം. ബ്രേക്ക് ഡൗൺ റേറ്റ്, മെയിൻ്റനൻസ് സമയം, അപകട നിരക്ക് എന്നിവ ദേശീയ ശരാശരിയിലേക്ക് പടിപടിയായി താഴണം.
ഇതുകൊണ്ട് മാത്രം വരവും ചെലവും ഗണ്യമായിട്ട് വിടവ് ഗണ്യമായി കുറയ്ക്കാനാകും. 3. ജഡകടഭാരം കുറച്ചുകൊണ്ടുള്ള ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ്ങിന് സർക്കാർ മുൻകൈ എടുക്കും. 4. പഴയ ബസ്സുകൾക്ക് പകരം CNG ബസ്സുകൾ കിഫ്ബി നിക്ഷേപത്തിലൂടെ വാങ്ങും. സമ്പൂർണ്ണ ഗവേണൻസ് വർക്ക്ഷോപ്പിന് നവീകരണത്തിനും പദ്ധതികൾ പണം ലഭ്യമാക്കും. അടുത്ത 3 വർഷം കൊണ്ട് മൊത്തം 3000 കോടി രൂപയുടെ പാക്കേജിന്റെ ഭാഗമായി പല രൂപത്തിൽ KSRTC സർക്കാർ ലഭ്യമാക്കും. പക്ഷേ ഇത് സബ്സിഡി ആയിരിക്കില്ല, സ്ഥാപനത്തെ ലാഭകരമാക്കുന്നതിനുള്ള നിക്ഷേപമായിരിക്കും. KSRTC പെൻഷന്റെ 50% സർക്കാർ ഗ്രാന്റായി നൽകുന്നു. ബാക്കി പെൻഷന്റെയും ശമ്പളത്തിന്റെയും ഗണ്യമായ ഭാഗം മാസം തോറും സർക്കാർ വായ്പ ഏർപ്പാടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറെ കൊല്ലമായി തുടരുന്ന ഈ പതിവ് KSRTCയെ കൂടുതൽ കടക്കണിയിലേക്ക് ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പുനരുദ്ധാരണ പാക്കേജ് ഫലപ്രദമാകുന്നവരെ ഈ സമ്പ്രദായം തുടരും. ശമ്പളവും പെൻഷനും മുടങ്ങില്ല. 2017-18 KSRTC ലാഭത്തിലാക്കണം. വിമാനത്താവളം, കണ്ണൂർ വിമാനത്താവളവും കൊച്ചി വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തുറന്നു കൊടുക്കും. കണ്ണൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട പ്രധാന റോഡുകൾ നിർമ്മാണം കിഫ്ബി നിക്ഷേപമാണ്. കണ്ണൂർ കോഴിക്കോട് വിമാനത്താവളങ്ങൾക്ക് ഇനിയും ആവശ്യമായ സ്ഥലമെടുക്കുന്നതിന് പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തും. മധ്യ തിരുവിതാംകൂറില് ശബരി വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ സത്യത്തിൽ സർക്കാർ അംഗീകാരം നൽകിക്കഴിഞ്ഞ് അതിന്റെ വിശദമായ രൂപരേഖ തയ്യാറാക്കി കഴിഞ്ഞാൽ പണം ലഭ്യമാക്കുന്നതിന് തടസ്സമുണ്ടാവില്ല. കൊച്ചി മെട്രോ, കണ്ണൂർ എയർപോർട്ട്, ദേശീയ ബൈപ്പാസിന്റെ അന്യൂറ്റി സ്കീം, കൊല്ലം ആലപ്പുഴ ബൈപ്പാസ്, പാലക്കാട് IIT, പാലക്കാട് മെഗാ ഫുഡ് പാർക്ക്, ഒറ്റപ്പാലം ഡിഫൻസ് പാർക്ക്, കൊച്ചി ഇലക്ട്രോണിക് ഹാർഡ്വെയർ പാർക്ക്, കൊച്ചി ഇന്റഗ്രേറ്റഡ് വാട്ടർ ട്രാൻസ്പോർട്ട്, കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ക്യാപിറ്റൽ റീജിയണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, വിഴിഞ്ഞം പോർട്ട് എന്നീ വൻകിട പ്രൊജക്ടുകൾക്ക് മൊത്തത്തിൽ 1552 കോടി രൂപ വകയിരുത്തുന്നു. പശ്ചാത്തല സൗകര്യം എന്നാൽ ഭൗതിക പശ്ചാത്തല സൗകര്യം മാത്രമല്ല, സാമൂഹിക പശ്ചാത്തല സൗകര്യവുമുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ ആരോഗ്യക്ഷേമ സംവിധാനങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്നത്തെ പ്രതീക്ഷകളും ആവശ്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഒട്ടേറെ മെച്ചപ്പെടാനുണ്ട്. ഈ സർക്കാരിന്റെ വികസന സമീപനത്തിന്റെ പ്രത്യേകത സാമൂഹ്യ മേഖലയിലെ മുതൽമുടക്കിലുള്ള ശ്രദ്ധേയമായ വർധനയാണ്. മിഷനുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക വിദ്യാഭ്യാസ ആരോഗ്യ സൗകര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത് വീണ്ടും ആവർത്തിക്കുന്നില്ല. കേരളത്തിലെ വിവിധ സർവകലാശാലകൾക്ക് ഞാൻ ഓരോന്നിന്റെയും മടങ്ങിൽ പറയുന്നില്ല, 381 കോടി രൂപ പദ്ധതിയിൽ വകയിരുത്തുന്നു. ഏറ്റവും ഉയർന്നത് കാർഷിക സർവകലാശാലയ്ക്കുള്ള 75 കോടി രൂപയാണ്. ഇതിനു പുറമെ പദ്ധതി ഇതര സഹായമായി 1298 കോടി രൂപയും സർവകലാശാലകൾക്ക് വകയിരുത്തുന്നു. കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ 15 കോടി രൂപ വകയിരുത്തുന്നു. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലായിരിക്കും 207 കോടി രൂപ അടങ്ങലുള്ള റൂസയുടെ നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കുക. ഉന്നത വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനും മറ്റും ഈ തുക ഉപയോഗിക്കാം. കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ചിന് 9.5 കോടി രൂപയും ഇന്ത്യൻ യൂണിവേഴ്സിറ്റി സെന്ററുകൾക്ക് 9.5 കോടി രൂപയും അനുവദിക്കുന്നു. NAAC അക്രഡിറ്റേഷന് തയ്യാറെടുക്കാൻ കോളേജുകളെ സഹായിക്കുന്നതിന് 8.5 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റി കേന്ദ്രങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് സമഗ്ര പരിപാടി ആവിഷ്കരിക്കുമെന്ന് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നു. ഇതുപ്രകാരം 240 കോടി രൂപയുടെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് കൊച്ചി സർവകലാശാല കിഫ്ബിക്ക് സമർപ്പിക്കുകയുണ്ടായി. അന്തർദേശീയ നിലവാരത്തിലെ ലബോറട്ടറിയാണ് ഈ റിപ്പോർട്ടിന്റെ മർമ്മം. ഇതിലേക്കുള്ള നിക്ഷേപം കിഫ്ബിയിൽ നിന്ന് നൽകുന്നതാണ്. ഇതുപോലെ മറ്റ് സർവകലാശാലകളുടെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതികൾക്കുള്ള കിഫ്ബി പിന്തുണയുണ്ടാവും. 5 പൈതൃക കോളേജടക്കം സർക്കാരിന്റെ 52 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന 350 കോടിയുടെ വിശദമായ റിപ്പോർട്ട് കിഫ്ബിക്ക് സമർപ്പിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ ജില്ലാതല ക്വാളിറ്റി അഷുറൻസ് സർക്കിൾ രൂപീകരിക്കുന്നതിന് 2 കോടി രൂപ നൽകുന്നു. ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിക്കും എമർജിംഗ് യൂണിവേഴ്സിറ്റിക്കും ബഹുമാനപ്പെട്ട കേരള ഗവർണർ നൽകുന്ന വാർഷിക പുരസ്കാരത്തിന് 6 കോടി രൂപ വകയിരുത്തുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം. ഇതിന് 430 കോടി രൂപ വകയിരുത്തുന്നു. സർഫാസ് ഉപയോഗപ്പെടുത്തി വിദ്യാഭ്യാസ ലോണുകൾ കുടിശ്ശിക വന്നവരുടെ ഭൂസ്വത്തുക്കൾ പിടിച്ചെടുക്കുന്ന ഗൗരവമായ പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. എല്ലാവർക്കും കിടപ്പാടമെങ്കിലും നൽകുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ശ്രമിക്കുമ്പോൾ
ഉള്ള കിടപ്പാടം പോലും ജപ്തി ചെയ്യുന്ന സുവിശേഷം അംഗീകരിക്കാനാവില്ല. സർഫാസിക്ക് നൽകുന്ന കിഴിവ് വിദ്യാഭ്യാസ വായ്പ എടുത്തവർക്ക് നൽകാൻ തയ്യാറായാൽ സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ ഈ പ്രശ്നത്തിൽ നല്ല പങ്കും പരിഹരിക്കാൻ കഴിയും. ഇതിനുവേണ്ടി എഡ്യൂക്കേഷൻ ലോൺ റീപേയ്മെന്റ് സപ്പോർട്ട് സ്കീം രൂപം നൽകും. നിഷ്ക്രിയ ആസ്തിയായി വായ്പയായി മാറിയവരെ വായ്പാ തുകയുടെ 60% നൽകിക്കൊണ്ട് വായ്പാ തിരിച്ചടവ് പൂർത്തിയാക്കുന്നതിന് സർക്കാർ സഹായിക്കും. ഇതുപോലെ തന്നെ മറ്റു വിദ്യാഭ്യാസമായി തിരിച്ചടക്കുന്നവർക്ക് കൃത്യമായി മുതലും പലിശയും തിരിച്ചടയ്ക്കുകയാണെങ്കിൽ പലിശയുടെ ഒരു ഭാഗം സർക്കാർ വഹിക്കും. സംസ്ഥാന ബാങ്കേഴ്സ് കമ്മിറ്റിയുമായിട്ട് ഈ സ്കീം ചർച്ച ചെയ്ത് അവസാന രൂപം നൽകും. പൊതുവിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസത്തിന് 863 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. അതിൽ 52 കോടി രൂപ കലോത്സവം, വിദ്യാരംഗ, ഭിന്നശേഷിക്കാരെ സഹായിക്കൽ തുടങ്ങിയവയ്ക്ക് വേണ്ടിയാണ് വിലയിരുത്തിയിട്ടുള്ളത്. ITI സ്കൂൾ പ്രൊജക്ടിന് 32 കോടി രൂപ, ലിറ്ററസി മിഷന് 15.5 കോടി രൂപ, സർവശിക്ഷാ അഭിയാന സ്വയം തദ്ദേശ സ്വയംഭരണ സ്ഥാപന വിഹിതമടക്കം 826 കോടി രൂപയാണ് അടങ്കൽ. അതുപോലെ രാഷ്ട്രീയ മാധ്യമിക ശിക്ഷാ അഭിയാന്റെ മൊത്തം അടങ്കൽ 265 കോടി രൂപയാണ്. ഇവയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടായിരിക്കും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടക്കുക. ഉച്ചഭക്ഷണ പദ്ധതിക്ക് 640 കോടി രൂപ വകയിരുത്തുന്നു. മികവിന്റെ കേന്ദ്രങ്ങളാക്കി വികസിപ്പിക്കാൻ MLA നിർദ്ദേശിച്ചുള്ള സ്കൂളുകൾ ഇവയാണ്. ഇവയുടെ മാസ്റ്റർ പ്ലാനുകൾ ഏജൻസികൾ മുന്നോട്ട് വരുന്നവരൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 25 സ്കൂളുകളുടെ മാസ്റ്റർ പ്ലാനുകൾ തയ്യാറായിട്ടുണ്ട്. പദ്ധതി നടപ്പാക്കുന്ന പങ്കാളിത്ത ഏജൻസിയെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഇവ നടപ്പാക്കി തുടങ്ങും. പേരുകൾ ഇവയാണ്. വായിക്കണോ? എല്ലാ സ്കൂളുകളിലും പിന്നെ 200 സ്കൂളുകളുണ്ടാവും. 140 സ്കൂളുകളുടെ പേരുകൾ ഞാൻ വായിക്കാൻ നിൽക്കുന്നില്ല. എന്നാൽ അടുത്ത വായിക്കാണ്. ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന 2ാമത്തെ പൊതുവിദ്യാഭ്യാസ സ്കീമിൽ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്കൂളുകൾക്ക് താഴെ കൊടുക്കുന്നു. 1000-ന് മേൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളും അതില്ലാത്ത മണ്ഡലങ്ങളിൽ 400-ന് മുകളിൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളും താഴെ കൊടുക്കുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കുളത്തൂർ, വെള്ളനാട്, വട്ടിയൂർക്കാവ്, കല്ലറ, ഞൈക്കാട്, ഇരുവിപുരം, പുന്നപ്ര, പുന്നല, കുളക്കട, ആര്യാട്, കുമളി, പല്ലാരിമംഗലം, കൈതാരം, പഴഞ്ഞി, ദേശമംഗലം, തിരുവല്ലാമല, മലമ്പുഴ, കൊപ്പം, വാട്ടേനാട്, തോട്ടക്കോണം, ചേലാരി, വേങ്ങര, നെല്ലിക്കുത്ത്, വണ്ടൂര്, കീഴുപറമ്പ്, ഇടവണ്ണ, താമരശ്ശേരി, ചെറുവണ്ണൂർ, പയ്യനാക്കൽ, അത്തോളി, പയ്യോളി, മാടപ്പള്ളി, അമ്പലവയൽ, കതിരൂർ, ചെറുകുന്ന്, കാഞ്ഞങ്ങാട്, ബെല്ലിക്കോത്ത്, മൊഗ്രാൽ എന്നിവയാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ. ഹയർ സെക്കൻഡറി സ്കൂളുകൾ കോട്ടൺ ഹില്ല്, വെങ്ങാനൂർ, കമലേശ്വരം, കുളത്തൂർ, ഭരതന്നൂർ, മാനൂർ, കന്യാകുളങ്ങര, തോന്നക്കൽ, ആറ്റിങ്ങൽ, കിളിമാനൂർ, മിതിർമല, നാവായിക്കുളം, പാളയംകുന്ന്, ഭൂതക്കുളം, ചാത്തന്നൂര്, പേരൂര്, കടക്കൽ, ചിതറ, അഞ്ചൽ, പുനലൂര്, ഏരൂർ, പന്മനയിൽ, വള്ളിക്കീഴ്, അയ്യൻകോയിൽക്കൽ, ചവറ, കുലശേഖരപുരം, കുഴമതിക്കാട്, കിഴക്കുപുരം, പെരിങ്ങനാട്, അടൂര്, ചിറ്റാറ്, കലഞ്ഞൂര്, മാവേലിക്കര, രാമപുരം, മംഗലം, നാലുചിറ, എസ്എൽപുരം, ചാരമംഗലം, ചേർത്തല, തിരുനെല്ലൂർ, തലയോരപ്പുറം, കുമരകം, പനമറ്റം, പൂമല, രാജക്കാട്, കടയിരിപ്പ്, വെണ്ണല, എറണാകുളം, പുത്തൻതോട്, കള്ളിൽ, കൊടുങ്ങല്ലൂർ, ഗേൾസ് ആൻഡ് ബോയ്സ്, ചെമ്പുച്ചിറ, നാട്ടിക, വില്ലാടം, പീച്ചി, എരുമപ്പെട്ടി, വരവൂർ, ചേലക്കര, പഴയന്നൂർ, കോട്ടായി, എരുമയൂർ, കുടുവായൂർ, മുതലമട, ചിറ്റൂർ, ഒറ്റപ്പാലം, ചെർപ്പളശ്ശേരി, പട്ടാമ്പി, വടനാൻകുറിശി, കല്ലടത്തൂർ, ചാത്തന്നൂർ, ചാലിശ്ശേരി, തൃക്കാവ്, മുക്കുതല, മാറാഞ്ചേരി, പുറത്തൂർ, എടപ്പാൾ, കോട്ടയ്ക്കൽ, തിരൂർ, പൊന്മുണ്ടം, നിറമരുതൂർ, കാട്ടിലങ്ങാടി, തിരൂരങ്ങാടി, പുതുപ്പറമ്പ്, കാലിക്കട്ട്, യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, ഒത്തുങ്ങൽ, മലബാർ സ്പെഷ്യൽ ഫോഴ്സ്, പൂക്കോട്ടൂർ, കടങ്ങാപ്പുറം, പുലാമന്തോൾ, കുന്നക്കാവ്, കാരക്കുന്ന്, മഞ്ചേരി, വാണിയമ്പലം, തിരുവാളി, കരുവാരക്കുണ്ട്, പുല്ലങ്ങോട്, പൂക്കോട്ടുപാടം, മൂത്തേടത്ത്, എടക്കര, അരീക്കോട്, കവന്നൂര്, കോട്ടപ്പുറം, വാഴക്കാട്, കൊടുവള്ളി, നരിക്കുനി, കുറ്റിക്കാട്ടൂർ, മാവൂർ, ബേപ്പൂർ, ചാലപ്പുറം, കോഴിക്കോട്, NGO ക്വാർട്ടേഴ്സ്, പറമ്പിൽ, പൂനൂർ, ബാലുശ്ശേരി, കോക്കല്ലൂർ, കൊയിലാണ്ടി, മണിയൂർ, മാടപ്പള്ളി, കാക്കവയൽ, മേപ്പാടി,
ആനപ്പാറ, മൂലങ്കാവ്, വടുവഞ്ച, കാർത്തിക്കുളം, വെള്ളമുണ്ട, പനമരം, പാല, GHS, ചാവശ്ശേരി, മാളൂർ, വേങ്ങാട്, ചാല, മുണ്ടേരി, കണ്ണാടിപ്പറമ്പ്, ഇരിക്കൂർ, മയ്യിൽ, മാതമംഗലം, കുട്ടമത്ത്, ബലമന്തോൾ, മാലോത്ത്, ചായോത്ത്, ഉദുമ, കണ്ടൻകുഴി, അടൂർ, മോഗ്രാൽ, ചേർക്കുള, കുമ്പള എന്നീ ഹയർ സെക്കൻഡറി സ്കൂളുകളും താഴെ പറയുന്ന ഹൈസ്കൂളുകളും പ്ലാവൂർ, അവനവഞ്ചേരി, ആറ്റിങ്ങൽ, പൂയപ്പള്ളി, കടപ്പ, തഴവ, നാരങ്ങാനം, കുന്നന്താനം, കാക്കാടം, പൊള്ളത്തൈ, മണ്ണഞ്ചേരി, പണക്കൽക്കുടി, അടിമാലി, പേരക്കാപ്പള്ളി, കുന്നുകര, കുട്ടമശ്ശേരി, തൃക്കൂർ, വടക്കാഞ്ചേരി, കോച്ചാനൂർ, പാലക്കാട്, പാഞ്ഞാൾ, ഇടത്തനാട്ടുകര, അകിളി, മങ്കര, കരിപ്പോൾ, തൃക്കളം, അഞ്ചച്ചാവാടി, ചെറുവാടി, ആഴ്ചവട്ടം, നല്ലളം, ചാലിയപ്പുറം, കാവിലംപാറ, ബന്തെടുക്ക, അങ്ങനെ 217 സ്കൂളുകളും. ഇവയൊക്കെ പരമാവധി 3 കോടി രൂപ വരെ വരുന്നുള്ള പശ്ചാത്തല സൗകര്യത്തിനുള്ള സഹായം നൽകും.